ആണ് നടത്താൻ പോകുന്നത്. അപ്പോൾ എൻറ്റയറി ഒരു ഡിസ്കഷൻ നമ്മൾ മലയാളത്തിലാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. റിറ്റ്സ് കൊല്ലം എന്ന് പറയുന്ന സ്ഥാപനം കഴിഞ്ഞ 9 വർഷങ്ങളായി സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ജെയുടെ നീറ്റ് ജെഇ മെയിൻസും അഡ്വാൻസും അതേപോലെ നീറ്റിൻ്റെയും ട്രെയിനിങ് നടത്തുന്നൊരു സ്ഥാപനമാണ്. സോ നമുക്ക് നമ്മുടെ ഡിസ്കഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1. സോ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ നോക്കൂ. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. 2 infinite long straight current carrying wires are placed parallel to y-axis in xy plane. Each wire carries current in opposite direction as shown. അപ്പോൾ കറണ്ട് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ട് വയറുകളിലും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് ചാർജ് പ്ലസ് ക്യൂ ആൻഡ് മാസ് എം ഈസ് പ്രൊജക്റ്റഡ് ഫ്രം പൊസിഷൻ P00A. Okay, so this is actually a small letter A with initial velocity Vj cap. Then there are certain options. So this is actually multiple options ആണ്. JEE Advanced multiple options ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കറക്റ്റ് ആകും. സോ ഇത് ക്ഷമയോടെ നിങ്ങൾ ചെയ്തെടുക്കുമ്പം കണ്ടിന്യൂറ്റി ആയിട്ട് എന്ത് കിട്ടും, ഒരു ഓപ്ഷനെ തുടർന്ന് അടുത്ത ഓപ്ഷൻ്റെ ഉത്തരവും നിങ്ങൾക്ക് ആ ചെയ്യുന്ന പ്രോസസ്സിൽ കണ്ടിന്യൂറ്റി ആയിട്ടാണ് കിട്ടുന്നത്. സോ വളരെ ക്ഷമയോടെ ചെയ്യുക. ഇവിടെ നമ്മുടെ പോയിന്റ്, ഈ രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ തന്നിരിക്കുന്നത് XY പ്ലെയിനിലാണ്. നമുക്ക് നിലവിൽ അവർ ആവശ്യപ്പെടുന്ന പോയിന്റ്, ചാർജിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന പോയിന്റ് Z പ്ലെയിനിലാണ്, അതായത് പേപ്പറിന് വെളിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിതിനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ നിന്ന് വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വരയ്ക്കാം. ഈ കണ്ടക്ടറിൽ കറണ്ട് ടുവേർഡ്സ് യു ആണ്. സോ ഐ ക്യാൻ മാർക്ക് എ ഡോട്ട് ഹിയർ. ഓക്കെ, ഇവിടെ കണ്ടക്ടർ ഉള്ളിലോട്ടാണ് പോകുന്നത്. സോ നമുക്കൊരു ക്രോസ് കൊണ്ടവിടെ മാർക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ പറഞ്ഞ രണ്ട് കണ്ടക്ടേഴ്സ് ഈ രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. സോ ഇതിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? മൊത്തത്തിൽ 2A ആണ്. സോ മിഡ് പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് A ആൻഡ് A എന്ന് മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം, ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന Z കോർഡിനേറ്റിലുള്ള പോയിന്റ് അല്ലേ, Z ആക്സിസിലുള്ള പോയിന്റ് ആണ്. അത് ഒറിജിനിൽ നിന്ന് A ഡിസ്റ്റൻസിലാണ്. സോ ദാറ്റ് പോയിന്റ് വിൽ ബി ലൈക്ക് ദിസ് ഇസ് ഓൾസോ A. സോ ഈ പോയിന്റിലാണ് എന്ത് വെച്ചിരിക്കുന്നത്, ഒരു +Q ചാർജ് വെച്ചിരിക്കുന്നത്, പ്രൊജക്റ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. അപ്പം നിലവിൽ ഇത് രണ്ടിലും I കറണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ I കറണ്ട് ഇവിടെ ഓരോ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന I കറണ്ട് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈ പർട്ടിക്കുലർ പോയിന്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ടത് നമുക്ക് വെക്ടർ റൂൾ വെച്ച് അനലൈസ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കറണ്ട് പുറത്തോട്ടായതുകൊണ്ട് അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മാഗ്നറ്റിക് ഫീൽഡിലെങ്കിലും അറ്റ് എ പോയിന്റ് നിങ്ങൾ പറയുമ്പോൾ യു ഹാവ് ടു ഡ്രോ എ ടാൻജൻറ്റ് ലൈക്ക് ദിസ്. ഈസ് ഇറ്റ് ക്ലിയർ? സോ ഇത്രയും ഇതാണ്ട് ഈ പറയുന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് റേഡിയസ് ആയിട്ട് എടുക്കാം. ഈ റേഡിയൽ ഡിസ്റ്റൻസിൽ ടാൻജൻഷ്യലായിട്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് B നമുക്ക് മാർക്ക് ചെയ്യാം. അതേപോലെ ഈ രണ്ടാമത്തെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? ഇത് ഉള്ളിലോട്ടായതുകൊണ്ട് ദിസ് ഇസ് ആക്ച്വലി ക്ലോക്ക് വൈസ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ അറ്റ് ദിസ് പർട്ടിക്കുലർ റേഡിയൽ ഡിസ്റ്റൻസ്, ഈ പർട്ടിക്കുലർ റേഡിയൽ ഡിസ്റ്റൻസിൽ ഇവിടെ വരുന്നത് ടാൻജൻഷ്യൽ ആയിരിക്കും. ദിസ് ഇസ് ഓൾസോ B ബിക്കോസ് സിമെട്രിക്കലാണ്. അതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് B എന്ന് വിളിക്കാം. നൗ ഈ രണ്ട് ആംഗിളുകൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. സോ യു ക്യാൻ സീ ഹിയർ ക്ലിയർലി ഈ ആംഗിൾ, ഈ ഒരു ലെങ്ത് A ആണ്, ഇതും A ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ദിസ് ഇസ് 45 ഡിഗ്രി. അതേപോലെ ഇതും 45 ഡിഗ്രിയാണ്. സോ ഒബ്വിയസ്ലി ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി. അപ്പം B ആൻഡ് Bക്ക് ഇടയിലുള്ള ടോട്ടൽ ആംഗിളും 90 ഡിഗ്രിയാണ്. സോ വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ്? ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് √2B. ഇസ് ഇറ്റ് ഫൈൻ? ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ മനസ്സിലായി. നമ്മൾ ഇവർ ഉദ്ദേശിക്കുന്ന ആ പോയിന്റിൽ, ശരിയല്ലേ, ഉദ്ദേശിക്കുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് √2 ടൈംസ് ഓഫ് B ആണ്. നമ്മുടെ ചാർജ് +Q നമ്മൾ ഈ ഒരു സംഭവത്തിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചാർജ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഡയറക്ഷൻ J ക്യാപ്പ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഡയറക്ഷൻ നമ്മൾ വരച്ചിരിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ദ K ക്യാപ്പ് ഡയറക്ഷൻ. Z ആക്സിസ് ആണ് നമ്മൾ ഇങ്ങനെ വരച്ചത്.
നമ്മുടെ എക്സ് ആക്സിസ് പ്ലെയിൻ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും അതേ കണക്ക് തന്നെ കാണുന്നത് കൊണ്ട് ദിസ് വിൽ ബി ദ എക്സ് ആക്സിസ് പ്ലെയിൻ ആൻഡ് ദിസ് ഇസ് ഇസഡ് ആക്സിസ് പ്ലെയിൻ. സോ ഒബ്വിയസ്ലി ജെ ആക്സിസ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിലോട്ടായിരിക്കും പേഴ്സ്പെക്റ്റീവിൽ, ഈ ഒരു പ്രത്യേക പേഴ്സ്പെക്റ്റീവിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ. സോ ക്യൂ ചാർജ് നിങ്ങൾ √2b എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ലൊറൻസ് ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനിഷ്യൽ ആക്സിലറേഷൻ എത്രയാണെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യൽ ആക്സിലറേഷൻ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇനിഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഫോഴ്സ് വേണം അല്ലേ? അപ്പോൾ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എഫ് വെക്ടോറിക്കലി മാഗ്നറ്റിക് ലൊറൻസ് ഫോഴ്സ് ഈസ് Q ഇൻറ്റു V ക്രോസ് B ആണെന്ന് നമുക്കറിയാം. isn't it? Q ഇൻറ്റു V ക്രോസ് B ആണ് എഫ്. അപ്പോൾ ചാർജിൻ്റെ വാല്യൂ Q ആണ്, വിയുടെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് ഗിവൺ VJ ക്യാപ് എന്ന് നിങ്ങൾക്ക് വെക്ടോറിക്കലി എഴുതാം. ക്രോസ് യു ഹാവ് ടു മെൻഷൻ വാട്ട് ഈസ് ദ B വാല്യൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് B ആദ്യം പറയണം. ഇതാണ് നമ്മുടെ B. അപ്പോൾ ഈ B എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഇതൊരു ഇൻഫനൈറ്റ് ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കൊണ്ട് ഒരു ഇൻഫനൈറ്റ് ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് R അല്ലേ? ഈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഈ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? μ0I/2πr ആണ്. μ0I/2πr. പക്ഷേ ആറിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കൂ, ദിസ് ഇസ് ദ ഹൈപ്പോട്ടിന്യൂസ് ഓഫ് ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതും എ ആണ്, ഇതും എ ആണ്. അങ്ങനെയാണെങ്കിൽ R വിൽ ബി √2a ആയിരിക്കും, ശരിയല്ലേ? ആൻഡ് ഡയറക്ഷൻ ഓഫ് B ഈസ് J ക്യാപ്. So sorry, not J cap, it is K cap. So നിങ്ങളിത് സോൾവ് ചെയ്യുമ്പം what you will get, how we can proceed further. So ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ബിയുടെ വില അല്ലേ, ഇവിടുത്തെ ബി വെക്ടർ എന്ന് പറയുന്നത് നെറ്റ് ഫീൽഡാണ്, ദാറ്റ് ഈസ് √2 ടൈംസ് ഉണ്ട് കേട്ടോ. സോ ഒരു √2ൻ്റെ ടേംസും കൂടെ ഇവിടെ വരും. സോ √2 ആൻഡ് √2 ക്യാൻസൽസ് ഈച്ച് അതർ. വാട്ട് ഈസ് ദ ആൻസർ യു ആർ ഗെറ്റിംഗ്? ദ മാഗ്നറ്റിക് ലൊറൻസ് ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് QV μ0I ഡിവൈഡഡ് ബൈ 2πa. ഈ J ക്രോസ് K എന്ത് ഡയറക്ഷൻ ആയിരിക്കും? J ക്രോസ് K ഈസ് I ക്യാപ്. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി μ0ൻ്റെ ടേം ഉണ്ട്, I ഉണ്ട് അല്ലേ? ന്യൂമറേറ്ററിൽ ഒരു വെലോസിറ്റി ടേം ഉണ്ട്, ചാർജ് ഉണ്ട്. സോ V ആൻഡ് Q ഡിവൈഡഡ് ബൈ 2πa ആൻഡ് I ക്യാപ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ലൊറൻസ് ഫോഴ്സിൻ്റെ വാല്യൂവും കിട്ടി, അതിൻ്റെ ഡയറക്ഷനും കിട്ടി. ഇനി ആക്സിലറേഷൻ, ഇതുണ്ടാക്കുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും? ഫോഴ്സ് അറിയാമെങ്കിൽ ആ പാർട്ടിക്കിളിൽ ജനറേറ്റ് ചെയ്യുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിനെ മാസ് കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. സോ ദിസ് ഫോഴ്സ് ബൈ മാസ്, ശരിയല്ലേ? അപ്പോൾ എമ്മിൻ്റെ ഒരു ടേം ഡിനോമിനേറ്ററിൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് ആണോ? μ0I/QV ന്യൂമറേറ്റർ ഓക്കെ ആണ്, 2πam ശരിയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, ഓപ്ഷൻ എ ശരിയായ ഉത്തരമാണ്. ബി പോർഷൻ ചോദിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഫർദർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു അനാലിസിസ് ചെയ്ത് കഴിയുമ്പം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെ തന്നെ കിട്ടും നിങ്ങൾക്ക്. ദ ഡിറക്ഷൻ ഓഫ് ഇനീഷ്യൽ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പാരലൽ ടു പോസിറ്റീവ് എക്സ് ആക്സിസ്, ശരിയല്ലേ? നോക്കൂ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ I ക്യാപ് ആണെങ്കിൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷനും I ക്യാപ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് എക്സ് ഡയറക്ഷൻ. സോ പാരലൽ ടു എക്സ് ആക്സിസ് ആണ് ഇനീഷ്യൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബിയും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇനീഷ്യൽ ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് പാരലൽ ടു പോസിറ്റീവ് Y ആക്സിസ് എന്ന് പറയുന്ന ഓപ്ഷൻ സി റോങ് ആൻസർ ആണ്. ഡിയിൽ എന്താണ് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ പാത്ത് ഓഫ് പാർട്ടിക്കിൾ ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് ഈസ് അല്ലേ? ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോ നമ്മളുടെ ഇവിടുത്തെ പ്രൊജക്ഷൻ മെത്തേഡ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കൂ, നമ്മൾ ഈ ബോഡി പ്രൊജക്റ്റ് ചെയ്തത് പേപ്പറിൻ്റെ ഉള്ളിലോട്ടുള്ള ഡയറക്ഷനിലാണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഒരു പ്ലെയിനിൽ ഞാനത് ഇങ്ങനെ കാണിക്കാം. സോ ലെറ്റ് ദിസ് ബി ദ ഡിറക്ഷൻ ഓഫ് ചാർജ് പ്രൊജക്ഷൻ ആൻഡ് ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ I ക്യാപ്പിലാണ് ആക്ട് ചെയ്തത്, ശരിയല്ലേ? ലോറൻസ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? വെലോസിറ്റിക്ക്
നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെലോസിറ്റി എങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എക്സിക്യൂട്ട്, ദ പാർട്ടിക്കിൾ വിൽ എക്സിക്യൂട്ട് എ സർക്കുലർ പാത്ത്. സോ ഹിയർ ഓൾസോ ദ പാർട്ടിക്കിൾ വിൽ എക്സിക്യൂട്ട് എ സർക്കുലർ പാത്ത് ലൈക്ക് ദിസ്. ആ സർക്കുലർ പാത്തിൽ നമ്മുടെ മാഗ്നറ്റിക് ലൊറൻസ് ഫോഴ്സ് കൊടുക്കുന്നത് എന്തായിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. സോ ഈ ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആയിരിക്കും. അപ്പോൾ ആ പറയുന്ന ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റിയും നിങ്ങൾക്കറിയാം, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും നിങ്ങൾക്കറിയാമെങ്കിൽ you can definitely write centripetal acceleration is v square by r. Yes or no? So this corresponding radius of curvature r ennu parayunnathu, what will be the answer? This r will be v square divided by ac ennu varum. Okay, so namukku endu cheyam, nammade kayil acceleration de മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിനെ എന്ത് ചെയ്യുക, വി സ്ക്വയറിനെ ഈ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ആൻസർ കിട്ടണം. സോ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വാട്ട് വി വിൽ ഗെറ്റ്, സോ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? മ്യൂ നോട്ട് ഐ ക്യൂ വി നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, ഡിവൈഡഡ് ബൈ 2πam, അത് ന്യൂമറേറ്ററിൽ വരും 2πam, isn't it? സോ ഈ ടേംസ് ക്യാൻസൽ ചെയ്ത് കളയാം. ദ ആൻസർ ഈസ് 2πam v അല്ലേ, ഡിവൈഡഡ് ബൈ മ്യൂ നോട്ട് ഐ ക്യൂ. അപ്പം ഈ ഉത്തരം ശരിയാണ്. റേഡിയസ് ഓഫ് കർവേച്ചർ കറക്റ്റ് ആൻസർ ആണ്. അപ്പം ഓപ്ഷൻ എ ബി ഡി ആണ് ഇതിനകത്ത് ഈ മൾട്ടിപ്പിൾ ചോയ്സിൽ കറക്റ്റ് ഓപ്ഷൻസ്. ഓപ്ഷൻ സി തെറ്റാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. LR സർക്യൂട്ടിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇൻ ഗിവൺ LR സർക്യൂട്ട് ദ സ്വിച്ച് എസ് ഈസ് ക്ലോസ്ഡ് അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 0. എസ് ക്ലോസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഈ സ്വിച്ച് എസ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ബാറ്ററി അല്ലെ ഒരു സെല്ലുമായിട്ടുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ട് ഈ LR സർക്യൂട്ട് എന്ന് പറയുന്നത് കറണ്ട് ഗ്രോ ചെയ്യുന്ന സർക്യൂട്ടാണ്. അപ്പോൾ ഗ്രോത്ത് സർക്യൂട്ടാണിത് അല്ലേ. ബാറ്ററിയുടെ പ്രസൻസ് ഇല്ലാതെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡീകേ സർക്യൂട്ടാണ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദിസ് പ്രോസസ്. ആൻഡ് ആക്ച്വലി ദിസ് ഇസ് വാട്ട് കൈൻഡ് ഓഫ് എ സർക്യൂട്ട്? ഗ്രോത്ത് സർക്യൂട്ട്. ഗ്രോത്ത് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അനലൈസ് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. ഇതിൽ ഇനിഷ്യലി ഇവിടെ ഒഴുകുന്ന ടോട്ടൽ കറണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. അപ്പം ഈ ഗ്രോത്ത് സർക്യൂട്ട് ആയതുകൊണ്ട് അപ് ടു എ പർട്ടിക്കുലർ ടൈം ഒരു ട്രാൻസിയൻ്റ് സ്റ്റേറ്റ് കാണും, സ്റ്റഡി സ്റ്റേറ്റ് ആകുന്നതിന് മുമ്പ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ഡിസൈൻ ചെയ്യുന്നത് ആ ഒരു ട്രാൻസിയൻ്റ് സ്റ്റേറ്റിലായിരിക്കും. സ്റ്റഡി സ്റ്റേറ്റ് ആകുന്ന ഇൻസ്റ്റൻറ്റിൽ ഇൻഡക്ടർ എന്ന് പറയുന്നത് DC സോഴ്സിൽ ആക്ട് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട്. സോ നിങ്ങൾക്ക് ആ ഇൻഡക്ടറിൻ്റെ യാതൊരു തരത്തിലുള്ള റെസിസ്റ്റൻസും പിന്നീട് പ്രോബ്ലം ചെയ്യുമ്പം പരിഗണിക്കേണ്ട, ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പരിഗണിച്ച് യു ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, സോ നമുക്ക് ഇവിടെയുള്ള ഈ കറണ്ടിനെ ഈ രണ്ട് ബ്രാഞ്ചിൽ രണ്ട് കോമ്പോണൻസ് ആയിട്ട് തിരിക്കാമല്ലോ. ഒന്ന് ഇതിനെ നമുക്ക് I1 എന്നും ഇതിനെ നമുക്ക് I2 എന്നും വിളിക്കാം. ഓക്കെ, സോ I1 എന്ന് പറയുന്ന ആ ഒരു കറണ്ടും അതും ഗ്രോയിങ് നേച്ചറുള്ള കറണ്ടാണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഗ്രോത്ത് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? മാക്സിമം കറണ്ട് ഓർ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ഇൻറ്റു 1 മൈനസ് e പവർ മൈനസ് ഓഫ് R/L ഇൻറ്റു ടൈം t. അത് ഒരു എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ ആണ്, ഒരു ഗ്രോത്ത് ഇക്വേഷൻ ഓഫ് കറണ്ട് ആണ്. ശരി, ഈ I1 എന്ന് പറയുന്ന ബ്രാഞ്ച് കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ എന്താകാം? ശ്രദ്ധിക്കൂ, അറ്റ് ഫൈനൽ ടൈം അല്ലെ ഇൻഫൈനൈറ്റ് ടൈം ആകുന്ന സമയത്ത് ആ ട്രാൻസിയൻ്റ് സ്റ്റേറ്റ് അവസാനിച്ച് സ്റ്റഡി സ്റ്റേറ്റിലോട്ട് നമ്മുടെ സർക്യൂട്ട് എൻ്റർ ചെയ്യുന്ന ആ സമയത്ത് ഈ L എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ EMF ഈ ടോട്ടലി ഈ 2R അക്രോസ് അവൈലബിൾ ആയിരിക്കും. ടോട്ടൽ EMF 2R അക്രോസ് അവൈലബിൾ ആണ്, മുകളിലും താഴെയും അത് കണക്കാണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ പാരലൽ സർക്യൂട്ട്. സോ മാക്സിമം കറണ്ട് E/2R എന്ന് നിങ്ങൾക്ക് എഴുതാം ഇൻറ്റു 1 മൈനസ് E പവർ മൈനസ് ഓഫ് R/L ഇൻറ്റു T. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ദ കറണ്ട് I1. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഉള്ള ആറിൻ്റെ വില 2R-ഉം എല്ലിൻ്റെ വില 2L-ഉമാണ്. അപ്പോൾ ഇവിടെ 2R-ഉം 2L-ഉം ഇടണം. സോ 2 and 2 ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ട് എഗെയിൻ ദിസ് ഇസ് കമ്മിങ് ലൈക്ക് ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഇത് R എഫക്റ്റീവും L എഫക്റ്റീവുമാണ് ഇക്വേഷനിൽ ഇടുന്നതെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. നമുക്ക് ഫസ്റ്റ് ആ ഒരു ട്രാൻസിയൻ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടി. I2 എന്ന് പറയുന്ന കറണ്ടിനെയും നമുക്ക് ഇതേ കണക്ക് എഴുതാമല്ലോ. ഇതും ഷോർട്ട് സർക്യൂട്ട് ആകും അറ്റ് ഫൈനൽ ടൈം. സോ മാക്സിമം കറണ്ട് എത്രയായിരിക്കും ഇവിടെ ഫ്ലോ ചെയ്യുന്നത്? E/R ആയിരിക്കും ഇൻറ്റു 1 മൈനസ് E പവർ ഓക്കെ മൈനസ് ഓഫ് റെസിസ്റ്റൻസ് R ആണ്, ഇൻഡക്റ്റൻസ് L ആണ്, ഇൻറ്റു T എന്ന് എഴുതാം.
സോ ഇവിടുത്തെ ടൈം വേരിയിങ് കറണ്ടിൻ്റെ ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഈസ് ഇറ്റ് ഫൈൻ? സോ ഇനി നമുക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യാം, എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത് നോക്കുക. ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ അവർ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ ഇൻഡക്ടേഴ്സ് ഓഫ് ഇൻഡക്റ്റൻസ് L ആൻഡ് 2L വിൽ ബി കോൺസ്റ്റൻറ്റ്. ഇൻഡക്ടേഴ്സിൽ വരുന്ന ഇൻഡ്യൂസ്ഡ് EMFകളുടെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആണോ അല്ലയോ എന്നും ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം I1 കറണ്ട് ഒഴുകുന്നത് മൂലം ഈ ഇൻഡക്ടറിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമോ? ഉണ്ടാകും. എപ്പോൾ മാത്രമാണ്? ആ ട്രാൻസിയൻ്റ് പീരീഡിൽ. കാരണം ട്രാൻസിയൻ്റ് പീരീഡിൽ കറണ്ട് വേരിയബിൾ ആണ്. വേരിയബിൾ കറണ്ട് വന്നാൽ മാത്രമേ ഇൻഡക്ടറിന് അക്രോസ് എന്തുണ്ടാകൂ? EMF ജനറേറ്റ് ചെയ്യൂ. കോൺസ്റ്റൻറ്റ് കറണ്ട് ആണെങ്കിൽ ഇൻഡക്റ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് സർക്യൂട്ടായിട്ട് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ വരുന്ന EMFൻ്റെ വില നിങ്ങൾക്ക് E1 എന്ന് വിളിക്കാം. അതേപോലെ ഇവിടെ വരുന്ന EMFൻ്റെ വില E2 എന്ന് വിളിക്കാം. മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ E1ൻ്റെ വാല്യൂ എനിക്ക് L ഇൻറ്റു dI1/dt എന്ന് എഴുതാം. ഇവിടുത്തെ ഇൻഡക്റ്റൻസ് ശ്രദ്ധിക്കണം, ഇവിടെ 2L ആയതുകൊണ്ട് 2L എന്ന് തന്നെ ഇടണം. ഓക്കെ, സോ ഒരു ഇൻഡക്ടറിന് അക്രോസ് വരുന്ന EMFൻ്റെ ബേസിക് ഇക്വേഷൻ ഈസ് L ഇൻറ്റു dI/dt ആണ്. കറണ്ടിൻ്റെ വേരിയേഷൻ ഇൻറ്റു L, അത് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ആണ്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആയതുകൊണ്ട്. ഓക്കെ, എനിഹൗ ലെറ്റ്സ് പ്രൊസീഡ് ഫർദർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസിയേഷൻ കണ്ട് ചെയ്യണ്ടേ? ഈ dI/dt ഈ ഫസ്റ്റ് ഇക്വേഷനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. എന്ത് വരും? E/2R എന്നുള്ള കോൺസ്റ്റൻറ്റ് ടേം ഞാൻ അതേ കണക്ക് തന്നെ ഇവിടെ ഇടുകയാണ്. 1ൻ്റെ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് 0 ഇടാം. നെഗറ്റീവ് ഇ പവർ എക്സ്പോണൻഷ്യലിൻ്റെ ഡിഫറൻസിയേഷൻ അത് കണക്ക് തന്നെ ഇടാം. മുകളിൽ വന്ന ആ ടേമിൻ്റെ ഡിഫറൻസിയേഷൻ എഴുതണം. സോ -RL/TA വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ചെയ്യുമ്പോൾ -RL എന്ന് വരും. ഈ മൈനസും ആ മൈനസും ചേർന്ന് നിങ്ങൾക്ക് പ്ലസ് ആയിട്ട് എഴുതാം. സോ ദ ഡിഫറൻസിയേഷൻ ടേം അപ്പിയർ ലൈക്ക് ദിസ്. ഇതിൽ നിങ്ങൾക്ക് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാമല്ലോ. അതേപോലെ ഈ Lഉം ക്യാൻസൽ ചെയ്യാം, Rഉം ക്യാൻസൽ ചെയ്യാം. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ EMFൻ്റെ ഇക്വേഷൻ എന്ത് വരുന്നുണ്ട്? ദിസ് ഇസ് നത്തിങ് ബട്ട് E ഇൻറ്റു E പവർ -R/L ഇൻറ്റു ടി എന്നാണ് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സേ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇതുപോലെ നിങ്ങൾക്ക് ഏതിൻ്റെയും കണ്ടുപിടിക്കാം. ഈ 2ഉം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ 2ഉം നിങ്ങൾ ഇതേ കണക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇക്വേഷൻ എഴുതേണ്ടത്? L ഇൻറ്റു dI2/dt എന്ന് എഴുതണം. സോ L ഇൻറ്റു വാട്ട് ഈസ് dI2/dt, ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ടൈം. E/R എന്നുള്ള ടേം നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി എഴുതി. 1ൻ്റെത് 0 ആണ്. E പവർ -R/L എന്ന് തന്നെ വരും, ഇൻറ്റു ടി എന്ന് വരും. Then differentiation of this term, ഈ ടേമിൻ്റെ ഡിഫറൻസിയേഷൻ -R/L ആണ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ. ആ മൈനസും ഇത് പ്ലസ് ആയിട്ട് മാറും. ഇവിടെ ഒരു R/Lൻ്റെ ടേം വരും. ഈ R മാറും, Lഉം ക്യാൻസൽ ചെയ്യും. വീണ്ടും നിങ്ങൾക്ക് വരുന്നത് എന്താണ്? E ഇൻറ്റു E പവർ -R/L ഇൻറ്റു ടി എന്നാണ്. ദാറ്റ് മീൻസ് നോക്കൂ, ഇക്വേഷൻ നമ്പർ 3ഉം ഇക്വേഷൻ നമ്പർ 4ഉം സെയിം ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഉണ്ടാകുന്ന രണ്ട് EMFും സെയിം ആണ്. ഓക്കെ, സോ ദ റേഷ്യോ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ ഇൻഡക്ടേഴ്സ് ഓഫ് L ആൻഡ് 2L 1 ആണ്. ദാറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അതെ, അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും എപ്പോഴും ബാക്കിയുള്ള ചോദ്യങ്ങൾ. റേഷ്യോ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് L ആൻഡ് 2L വിൽ ബി ടൈം വേരിയിങ്. അല്ല, കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബി ഓപ്ഷൻ തെറ്റാണ്. സി പറയുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA മൈനസ് VB ഇൻക്രീസസ് വിത്ത് ടൈം. അപ്പോൾ നമുക്ക് എയ്ക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനായി നിങ്ങൾക്ക് KVL യൂസ് ചെയ്തുകൊണ്ട് പല പാത്തുകളിലും ട്രാവൽ ചെയ്യാം. നിങ്ങൾക്ക് ഈ പാത്തിൽ ട്രാവൽ ചെയ്ത് നോക്കാം. റെസിസ്റ്റൻസ് ഇൻറ്റു I2 അതേ കണക്ക് 2R ഇൻറ്റു I1. പക്ഷേ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഇൻഡക്റ്റീവ് EMFൻ്റെ പാത്ത് വഴി ട്രാവൽ ചെയ്യുന്നതാണ് ടൈം സേവിങ്, ഇസ്ൻ്റ് ഇറ്റ്? ഇവിടെയും EMF E ആണ്, ഇവിടെയും EMF ജനറേറ്റ് ചെയ്യുന്നത് E ആണ്. ഇനി ഈ രണ്ട് EMFകളുടെ സെൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്? ചില കുട്ടികൾക്ക് സംശയം വരാം ആ കാര്യത്തിൽ. ഈ I1 എന്ന് പറയുന്നത് ഗ്രോയിങ് സെൻസ് ആയതുകൊണ്ട് ഇവിടെയുള്ള ഇൻഡക്ടർ അതിനെ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. സോ ബി പാർട്ടിൽ നിങ്ങൾ വരയ്ക്കുന്ന ബാക്ക് EMF ഈ ഇൻകമിങ് ആയിട്ട് വരുന്ന I1നെ കുറയ്ക്കാൻ ശ്രമിക്കണം. സോ I1നെ കുറയ്ക്കാൻ ശ്രമിക്കണം. അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. I1 ഇൻക്രിമെൻ്റ് ആണ് അല്ലേ, ഗ്രോത്ത് സെൻസിലാണ് കറണ്ട് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഇൻഡക്ടറിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത് പോസിറ്റീവ് പൊളാരിറ്റി അല്ലേ, ഗ്രോത്ത് അതേ കണക്ക് പോസിറ്റീവ്, പ്ലസ് ആൻഡ് പ്ലസ് അതുപോലെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഗ്രോത്തിന് നിങ്ങൾ പോസിറ്റീവ് പൊളാരിറ്റി ഉള്ള ഒരു ബാറ്ററി, അതിൻ്റെ EMF നമ്മൾ E എന്ന് ജനറലി എടുക്കാം, നിങ്ങൾക്ക് അതുകൊണ്ട് കാണിക്കാം. എയിൽ വരുന്ന ആ ഒരു കേസ് അല്ലേ, എയിലൂടെ വരുന്ന കറണ്ട് I2 എന്ന് പറയുന്നതും ഗ്രോയിങ് കറണ്ടാണ്. അപ്പം ഈ EMF
ഫസ്റ്റ് ഇൻഡക്ടറിലെ EMFും ഇതിനെ കുറയ്ക്കാനാണ് നോക്കേണ്ടത്. അപ്പം അതും ഇൻക്രിമെൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് പൊളാരിറ്റി ഉള്ളൊരു ബാറ്ററി പോലെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ഈ രണ്ട് ഈകളും സെയിം ആണെന്ന് നമ്മൾ നേരത്തെ തെളിയിച്ചു കഴിഞ്ഞു. സോ ഇവിടെയുള്ള നോഡ് വാല്യൂ നോഡ് എ ആണെന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഇങ്ങനെ ഒരു പാത്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ് കാൽക്കുലേറ്റ് അല്ലേ. അപ്പോൾ ഈ പാത്തിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴേ മനസ്സിലാകും ഇത് രണ്ടും ഓപ്പോസിറ്റ് സെൻസ് ആണ്, ക്യാൻസൽ ചെയ്യും. എയ്ക്കും ബിക്കും ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരില്ല. ഇനി ഒന്നും കൂടി അത് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം VA, ഇത് ഡിക്രിമെൻ്റ് ഇൻ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് -E, ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഇത് +E ഈസ് ഈക്വൽ ടു എവിടെ എത്തുന്നു? VBയിൽ എത്തുന്നു. ഇസ്ൻ്റ് ഇറ്റ്? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. VA ആൻഡ് VB ആർ ഈക്വൽ, ഇക്വി പൊട്ടൻഷ്യൽ അല്ലേ, സെയിം പൊട്ടൻഷ്യലാണ്. സോ VA - VB എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസസ് വിത്ത് ടൈം എന്ന് പറയുന്നുണ്ട്. VA - VB ഒരിക്കലുമല്ല, അത് 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ ദിസ് ഇസ് റോങ് ആൻസർ. ഓപ്ഷൻ D പറയുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA - VB വിൽ ബി കോൺസ്റ്റൻറ്റ്. യെസ്, that is nothing but 0. So option D is correct answer. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ കറക്റ്റായ ഉത്തരം ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയുമാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് മൂവ് ചെയ്യാം. നോക്കൂ, the wavelength of K alpha X-rays for lead isotopes. ലെഡിൻ്റെ ഐസോടോപ്സ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, λ1, λ2, λ3 റെസ്പെക്റ്റീവ്ലി. ദെൻ അക്കോർഡിംഗ് ടു ദ മോസ്ലീസ് ലോ അല്ലേ, മോസ്ലീസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് അല്ലേ. അപ്പം എക്സ്റേകൾക്ക് മോസ്ലി ലോ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ബേസിക്കലി മോസ്ലി ലോയുടെ ഒരു ഐഡിയ ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. നമുക്ക് റിഡ്ബർഗ് ഇക്വേഷൻ നിങ്ങൾക്ക് ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിനകത്ത് അപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ. 1/λ ഈസ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1 divided by n1 square minus n2 square, that is final and initial. ഓക്കെ, ഇനി ഇത് മോസ്ലി ലോ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ ചെറിയൊരു ചേഞ്ച് നമുക്ക് വരും. കാരണം നമ്മൾ എക്സ്റേ എന്ന് പറയുമ്പം ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിനകത്തല്ല പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വരുന്ന ടേമിൽ എന്ത് വരും? 1/λ. ഇവിടെ നമ്മൾ സാധാരണ Z എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ഇട്ട് കൊടുക്കും. ഓക്കെ, സോ 1/λ ഇത് മോസ്ലിയുടെ ഇക്വേഷനാണ്. മോസ്ലീസ് ലോ അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ R അതേ കണക്ക് എഴുതാം, റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്. പക്ഷേ Z എന്ന് പറയുന്ന ടേം മാത്രമല്ല, നമ്മൾ -ഒരു B ടേം ചെയ്യും. നെറ്റ് ചാർജ്, നെറ്റ് അറ്റോമിക് നമ്പർ, അതൊരു പോസിറ്റീവ് ചാർജിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അതിൽ ചെറിയൊരു ഡിക്രിമെൻറ്റ് കാണിക്കും. ആ ഡിക്രിമെൻറ്റിൻ്റെ കാരണം ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. കാരണം ദിസ് ഇസ് നോട്ട് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്. അൾട്ടിമേറ്റ്ലി ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം അല്ലാത്തത് കൊണ്ട് ഇലക്ട്രോൺ ക്ലൗഡ് വെളിയിൽ വരും. ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ പ്രസൻസ് ആ ഒരു നെറ്റ് ഒരു ഒറ്റ സിസ്റ്റം, ഒറ്റ ചാർജ് പോലെ പരിഗണിച്ചാൽ ഒരു ചെറിയ ഡിക്രിമെൻറ്റ് വരുന്നുണ്ട്. B ഈസ് നോൺ ആസ് സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സ്ക്രീനിങ് ഫാക്ടർ എന്നൊക്കെ നമുക്ക് പറയാം. ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഓക്കെ അല്ലേ, ഇത് അക്കോർഡിംഗ് ടു മോസ്ലീസ് ലോ ആണ്. ഇനി എന്താണ് ഇവർ ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കുക. K ആൽഫ ലൈൻ, എക്സ്റേകളിൽ K ആൽഫ K ബീറ്റ എന്ന് പറയുന്ന ലൈനുകളുണ്ട്. K ആൽഫയ്ക്ക് നമ്മൾ എടുക്കുന്നത് കണ്ടാ n = 2 നിന്ന് n = 1 എന്താണ് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുന്നെങ്കിൽ കിട്ടുന്ന കറസ്പോണ്ടിങ് ലൈനുകൾക്ക് നമ്മൾ ലൈമാൻ ബാമർ എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയുന്ന പേര് K ആൽഫ എന്നാണ്. K ആൽഫ ലൈനുകൾക്ക് സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ് നിങ്ങൾ 1 എന്ന് എഴുതുക. ശരി, അപ്പം K ആൽഫ ലൈനുകൾ ഇതിനകത്ത് ഇൻഡിവിജ്വൽ ഐസോടോപ്പിന് λ1, λ2, λ3 എന്നീ വേവ് ലെങ്തുകളാണ് എക്സ്റേക്ക് തരുന്നതെങ്കിൽ ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇത് നിങ്ങൾക്ക് കോമൺ സെൻസിൽ തന്നെ ചിന്തിക്കാം. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻ ആണെങ്കിൽ പോലും ഒറ്റ ഓപ്ഷനെ കറക്റ്റ് ആകാൻ പറ്റൂ. കാരണം ഇതെല്ലാം ഒരേ സമയം കറക്റ്റ് ആകുന്ന സംഭവങ്ങളല്ല. എനിഹൗ, സോ അതിൽ D ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബൈ ദ വേ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത് നോക്കാം. ഈ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതിയാലും n1 n2 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ നമ്പേഴ്സ്, ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. 2ഉം 1ഉമാണ്. സോ ദിസ് ഇസ് എ ന്യൂമറിക്കൽ ഡേറ്റ, ഒരു കോൺസ്റ്റൻറ്റ് ടേം ആയിട്ട് വരും. റിഡ്ബർഗ് ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ലാംഡ പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ സ്ക്രീനിങ് ഫാക്ടർ. ഞാൻ പറഞ്ഞു 1 ഇടാൻ പറഞ്ഞു. അപ്പം ലാംഡ ഇസഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. പക്ഷേ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കാണാം ലാംഡ ഇസഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഇസഡ് ഈസ് അറ്റോമിക് നമ്പർ, അറ്റോമിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഐസോടോപ്സ് എന്ന് പറയുന്നത് ഒരേ അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് അറ്റോമിക് മാസും വരുന്നതാണ്. ശരിയല്ലേ? അറ്റോമിക് മാസ് ഡിഫറൻ്റ് ആയിക്കോട്ടെ,
ബട്ട് അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട് തന്നെ ലാംഡ വാല്യൂസും സെയിം ആയിരിക്കും. മോസ്ലി ലോയിൽ നിന്ന് നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഇസഡ് സെയിം ആയതുകൊണ്ട് ലാംഡ സെയിം ആയേ പറ്റൂ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ലാംഡ 1 ഈക്വൽ ടു ലാംഡ 2 ഈക്വൽ ടു ലാംഡ 3. ഈസ് ഇറ്റ് ക്ലിയർ? നൗ ഇനി അതിൽ ഒരു കാര്യവും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഓപ്ഷൻ എ കറക്റ്റാണ്, ശരിയല്ലേ? ലാംഡ 1ഉം ലാംഡ 2ഉം ലാംഡ 3ഉം സെയിം ആയതുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്കിവിടെ എഴുതാൻ പറ്റുമോ ഇല്ലയോ? ലാംഡ 2 ഈ സ്ക്വയർ റൂട്ട് ഓഫ് ലാംഡ 1 ലാംഡ 3. അതിന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് മൂന്നും സെയിം നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ സെയിം നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വണ്ണിൻ്റെ ജോമെട്രിക്കൽ മീൻ ആയിട്ട് മിഡ് നമ്പറിനെ കാണിക്കാം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡിയും നമുക്ക് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാം ഫോർ ദിസ് പർട്ടിക്കുലർ തിങ്. അതുകൊണ്ട് ബിയും സിയും തെറ്റാണ്. യു ഹാവ് ടു മാർക്ക് എ ആൻഡ് ഡി. ദാറ്റ്സ് വൈ ഇത് ഞാൻ പറഞ്ഞ ആ ഒരു കൺഫ്യൂഷൻ വരരുത്. ആ ഒരു ക്രോസ് ചെക്കിങ് എപ്പോഴും നടത്തിക്കണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 3 ഈസ് ലൈക്ക് ദാറ്റ്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കൂ. A circuit containing two capacitors C1 and C2 shown in figure is in steady state with K1 closed. ആദ്യം K1 ക്ലോസ്ഡ് ആയിരുന്നു. ഓക്കെ, K1 ക്ലോസ്ഡ് ആണ്, K2 ഓപ്പൺ ആണ്. ആദ്യം ഇത് തന്നിരിക്കുന്ന അവസ്ഥയിൽ K1 ക്ലോസ്ഡ് ആണ്, K2 ഓപ്പൺ ആണ്. K1 ക്ലോസ്ഡ് ആകുമ്പം നിങ്ങൾ ഈ താഴെയുള്ള സർക്യൂട്ടിനെ പറ്റി ബോധർ ചെയ്യേണ്ട. ഈ C2ഉം C1ഉം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 20 വോൾട്ട് എന്ന് പറയുന്നത് C2നും C1നും എക്രോസ് കിട്ടുന്നുണ്ട്. അപ്പം ഈ C2ഉം C1ഉം ഒരേ കപ്പാസിറ്റൻസ് 2 മൈക്രോ ഫാരഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ 10 വോൾട്ട് വരുന്നുണ്ട്, ഇവിടെയും 10 വോൾട്ട് വരുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? യെസ് ഓർ നോ? സോ രണ്ട് സ്ഥലത്തും 10 വോൾട്ട് ആണ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ടി എന്ന് പറയുന്നത് 0 ആകുമ്പോൾ, ദാറ്റ് ഈസ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് ഇനിയുള്ള അവസരമാണ് അല്ലേ? ഈ ടി 0 തൊട്ടാണ് നമ്മൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. K1 അങ്ങ് ഓപ്പൺ ചെയ്ത് വിട്ടു. അപ്പം K1 നമ്മളങ്ങ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് K2 ക്ലോസ് ചെയ്യുകയാണ്. K1 നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു കപ്പാസിറ്ററിന് ഡിസ്ചാർജ് പാത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്റർ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഈ പാത്ത് ഓപ്പൺ ആണ് കേട്ടോ. ഈ പാത്ത് ഓപ്പൺ ആയതുകൊണ്ട് ആ കപ്പാസിറ്ററിനെ നിങ്ങൾ പരിഗണിക്കേണ്ട. പക്ഷേ K2 ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ 10 വോൾട്ടുള്ള ഈ ഒരു കപ്പാസിറ്റർ ഇൻഡക്ടറിന് അക്രോസ് വരുന്നുണ്ട്. സോ T ഈസ് ഈക്വൽ ടു 0യിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്യാം. ദിസ് ഇസ് ദ കപ്പാസിറ്റൻസ് ആൻഡ് ദിസ് ഈസ് ദ ഇൻഡക്റ്റൻസ്. ഇത് K2 ആണ് അവിടുത്തെ നമ്മുടെ സ്വിച്ച് ക്ലോസ് ചെയ്തത്. ഇതിൻ്റെ കപ്പാസിറ്റൻസ് 2 മൈക്രോ ഫാരഡ് ആണ്. ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് 10 വോൾട്ട് ആണ്. ഇൻഡക്ടറിൻ്റെ വില 0.2 mH ആണ് ഇൻഡക്റ്റൻസ്, ദറ്റ് ഈസ് മില്ലി ഹെൻറി. ശരി, ഇത്രയും ഡേറ്റ നിലവിൽ നമ്മുടെ കയ്യിലുണ്ട്. ദിസ് ഇസ് നത്തിങ് ബട്ട് ആൻ LC സർക്യൂട്ട് അല്ലേ? LC സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ NCERT സിലബസിൽ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് മാത്രം തന്നിട്ടുള്ളതാണ്. പക്ഷേ അഡ്വാൻസ് നിലവാരത്തിൽ നിങ്ങളതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസും പഠിച്ചേ പറ്റും. എനിഹൗ, ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഓപ്ഷൻ എ നോക്കൂ. ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് LC സർക്യൂട്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം LC സർക്യൂട്ടിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനും AC സർക്യൂട്ടുകളിൽ പഠിച്ച റെസൊണൻസ് ഫ്രീക്വൻസിയും മാച്ച് ചെയ്യുന്ന ആൻസേഴ്സ് ആണ്. രണ്ടും ഒരേ ഐഡിയകളല്ല, ഡിഫറൻറ്റ് ഐഡിയ ആണ്. ഇവിടെ കപ്പാസിറ്ററിൻ്റെ അകത്തുള്ള ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എനർജിയും ഇൻഡക്ടറിൽ വരുന്നത് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേഷൻ ചെയ്യുന്നുണ്ട്. ആ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി 1/2π√LC ആണ്. നമ്മുടെ AC-യിൽ പഠിച്ച റെസൊണൻസ് സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൻ്റെ വാല്യൂവുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുത്തുള്ള ഒമേഗയുടെ വില എന്ത് വരും? 1/√LC എന്ന് നേരിട്ട് എഴുതാം. അവർ ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി അല്ല, ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ശ്രദ്ധിക്കണം. യൂണിറ്റ് നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, റേഡിയൻ പെർ സെക്കൻഡ് ആണ്. സോ 1/√of Lൻ്റെ വാല്യൂ എത്രയാണ്? 0.2 മില്ലി ആയതുകൊണ്ട് 10⁻³ എഴുതാൻ മറക്കരുത്. ഇൻറ്റു കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 2 മൈക്രോ ആണ്. സോ 2 × 10⁻6 നമ്മൾ എഴുതി. ഓക്കെ, സോ ഹൗ വി ക്യാൻ പ്രൊസീഡ് ഫർദർ? നിങ്ങൾ നോക്കൂ, ഇതിനെ നിങ്ങൾക്ക് 2 × 10⁻1 എന്ന് എഴുതാം. 10⁻6, 10⁻3, 10⁻9, 10⁻1 ഈസ് 10⁻10. സ്ക്വയർ റൂട്ടിൻ്റെ വെളിയിൽ വരുമ്പോൾ അത് 10⁻5 ആകും. 2 to 4 ആണ്. സോ 1/2 × 10⁻5. ഇസ് ഇറ്റ് ഓക്കെ? സോ 1/2 എന്ന് പറയുന്നത് 0.5, 10⁻5 മുകളിൽ പോകുമ്പം 10⁻5, 0.5 × 10⁻5 എന്ന് പറയുന്നത് 5 × 10⁻4 ആണ്. ദാറ്റ് മീൻസ്
5 into 10 power 4 radian per second എന്നുള്ളത് കറക്റ്റ് ഓപ്ഷനാണ്. സോ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കറക്റ്റ് ആണ്, എ എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, ചാർജ് ഓൺ കപ്പാസിറ്റർ സി അറ്റ് ടി ഈക്വൽ ടു 0 അല്ലേ, നമ്മൾ ടി ഈക്വൽ ടു 0യിൽ ജസ്റ്റ് ആ സ്വിച്ച് അങ്ങ് ക്ലോസ് ചെയ്യുന്നു. ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ C1ലുള്ള ഇതാണ്ട്, ഈ C1ലുള്ള ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. 10 വോൾട്ട് ആണ് അക്രോസ് അപ്പിയർ ആകുന്നത്. കാരണം ഈക്വലായിട്ട് നമുക്ക് പൊട്ടൻഷ്യലിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനിഷ്യൽ സെൻസിൽ 10 വോൾട്ട് വരെ ചാർജ് ചെയ്യുന്നുണ്ട്. 2 മൈക്രോ ഫാരഡ് ആണ് കപ്പാസിറ്റൻസ് എങ്കിൽ ചാർജ് എന്താണ്? C ഇൻറ്റു വി ആണ്. അപ്പം 10 ഇൻറ്റു 2 20 മൈക്രോ കൂളോം ആയിരിക്കും കപ്പാസിറ്റൻസ് ചാർജ് അല്ലെ, ചാർജ് ഓൺ ദാറ്റ് കപ്പാസിറ്റർ. അപ്പം 40 എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ബി ഈസ് എ റോങ് ഓപ്ഷൻ. ഓക്കെ, ഇനി സി എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? സിയിൽ അവർ ചോദിച്ചിരിക്കുന്നത് മാക്സിമം കറണ്ട് ഇൻ ഇൻഡക്ടർ ഈസ് 1 ആംപിയർ. ഇൻഡക്ടറിലുള്ള മാക്സിമം കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് ചെയ്യാനായിട്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ ഈ ഒരു എൽ സി ഓസിലേഷനിൽ വെച്ച് ചെയ്യാം. ബട്ട് ഫോർ ദ ടൈം ബീയിങ് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള ഒരു അനാലിസിസ് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഇതൊന്ന് അനലൈസ് ചെയ്യാമെന്ന് ഞാൻ പറയാം. മാക്സിമം കറണ്ട് നാളെ എൽ സി ഓസിലേഷനുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ആദ്യം മനസ്സിലാക്കുക, മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുമ്പം നമ്മുടെ ഇൻഡക്ടർ ഫുൾ ചാർജ് ആയിരിക്കും. ഇൻഡക്ടർ ഫുൾ ചാർജ് ആകുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഫുൾ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റ് ചെയ്യും. കപ്പാസിറ്ററിലുള്ള എനർജി മൊത്തവും 0 ആയിട്ട് മാറും. അതായത് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫുൾ ഇലക്ട്രിക്കൽ എനർജിയും ഇൻഡക്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എനർജി ലോസ് നമ്മൾ പരിഗണിക്കുന്നില്ല. ഇവിടെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി കൺസേർവ്ഡ് ഓസിലേഷൻ ആയിട്ടാണ് നമ്മൾ എൽ സി ഓസിലേഷൻസ് ആദ്യകാലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഈ എൽ സി ഓസിലേഷൻ, ഐഡിയൽ എൽ സി ഓസിലേഷൻസ് നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഹാഫ് എനർജി എന്നാണ്. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എനർജിയുടെ ഇക്വേഷൻ ചാർജിലും സിയിലും പറയാം, ഹാഫ് Q² C ആണ്. ശരിയല്ലേ? This energy has to be coming to what? ഇൻഡക്ടർ. അപ്പം ഇൻഡക്ടറിൽ ഹാഫ് ഓഫ് Li² ആയിട്ട് മാറണം. പക്ഷേ ഈ എനർജി മൊത്തവും ഇൻഡക്ടറിൽ വരുന്ന അവസരത്തിൽ ഇൻഡക്ടറിൽ ഫ്ലോ ചെയ്യുന്നത് മാക്സിമം കറണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് കറണ്ട് ഈസ് നത്തിങ് ബട്ട് Imax. ഇൻഡക്ടറിലുള്ള മാഗ്നറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് Li² ആണ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇഫ് യു നോ ദിസ് ഐഡിയ ഈസിലി യു ക്യാൻ സോൾവ്. ഹാഫ് ആൻഡ് ഹാഫ് ക്യാൻസൽ ചെയ്ത് പോകും. Q²ൻ്റെ വാല്യൂ ഫുൾ ചാർജ് ആണ് എഴുതേണ്ടത്. 20 മൈക്രോ കൂളോമാണ്. നിങ്ങൾക്ക് 20 ഇൻറ്റു 20 ശരിയല്ലേ? മൈക്രോ കൂളോം വരുമ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് 10⁻⁻6 ഉണ്ട്, രണ്ടെണ്ണമാകുമ്പം 10⁻⁻12 വരും. സിയുടെ വാല്യൂ എത്രയാണ്? കപ്പാസിറ്റൻസ് 20 മൈക്രോ ഫാരഡ് ആണ്. സോ 10⁻⁻6 അത് താഴെ എഴുതാം. ഈസ് ഈക്വൽ ടു എന്തെഴുതാം നിങ്ങൾക്ക്? ഈസ് ഈക്വൽ ടു എൽ. ഇൻഡക്റ്റൻസിൻ്റെ വില 0.2 മില്ലി ഹെൻറി 10⁻⁻3 ഇൻറ്റു I². ഓക്കെ, ദെൻ വി ഹാവ് ടു പ്രൊസീഡ് ദിസ് തിങ്. ഒരു 20 കളയാം, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു 10⁻⁻6 ഇങ്ങനെ വരും. ശരിയല്ലേ? സോ എന്ത് വരും? I² ഈസ് നത്തിങ് ബട്ട് 20 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ ഈ ടേം താഴെ കൊണ്ടുവരുമ്പം 0.2 ഇൻറ്റു 10⁻⁻3 എന്ന് വരും. ഇത് 100 ടൈംസ് ആണ്. ദിസ് ഇസ് 10⁻⁻4 ആയി അല്ലേ? 10⁻3 ചെല്ലുമ്പം 10⁻⁻1 വന്നില്ലേ? യെസ് ഓ നോ? സോ ദിസ് ഇസ് 10⁻⁻4 ആൻഡ് 10⁻+3 10⁻⁻1. സോ മാക്സിമം കറണ്ട് ഈസ് ഹൗ മച്ച്? മാക്സിമം കറണ്ട് എത്ര വരുന്നുണ്ട്? 1 ആംപിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് ഇറ്റ് 1? ഒന്നുകൂടെ കാൽക്കുലേഷൻ ചെക്ക് ചെയ്ത് നോക്കൂ. This is Q² is 20 into 10⁻⁻6 into 20 into 10⁻⁻6 and divided by 2 മൈക്രോ ഫാരഡേ ഉള്ളൂ അല്ലേ? ഞാൻ 20 എന്നാണ് എഴുതിയത്, 2 ആണ് കേട്ടോ. ശ്രദ്ധിച്ചോണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ ഒരു 10 എക്സ്ട്രാ വരും. ശരിയല്ലേ? യെസ്, ആ ഒരു 10 നമുക്ക് ഇവിടെയും എക്സ്ട്രാ വരുമല്ലോ. ബി സ്മാർട്ട്. എല്ലാം വീണ്ടും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. So ഇവിടെ 10⁻⁻6 and 10⁻2 is 10⁻⁻4, 10⁻⁻4 and 10 is 10⁻⁻3, 10⁻⁻3 and 10⁻⁻3 cancels and current is 1 ampere. എപ്പോഴും ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ഒരു തവണ കൂടെ റീചെക്ക് ചെയ്ത് നോക്കണം, എസ്പെഷ്യലി യു ആർ അറ്റ് ദ ഹോട്ട് സീറ്റ്. സോ മാക്സിമം കറണ്ട് ഇൻ ഇൻഡക്ടർ ഈസ് 1 ആംപിയർ. ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. ഓപ്ഷൻ ഡി നമുക്ക് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? ചാർജ് ഓൺ കപ്പാസിറ്റർ C1. C1ലുള്ള ചാർജ്
10√3 microcoulomb when energy in the inductor becomes 1/3 of energy in capacitor. ഓക്കെ, നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്യാം. ഈ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, എന്താ നോക്കുക. ചാർജ് ഓൺ കപ്പാസിറ്റർ C1 ഈസ് 10 microcoulomb വെൻ എനർജി ഇൻ ഇൻഡക്ടർ ബിക്കംസ് 1/3 എനർജി ഇൻ കപ്പാസിറ്റർ. എപ്പോഴും നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് എനർജിയിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഈ കപ്പാസിറ്ററിലുള്ള എനർജി അല്ലേ, എനർജി ഓൺ ഇൻഡക്ടർ ബിക്കംസ് 1/3 എനർജി ഓഫ് കപ്പാസിറ്റർ. അപ്പം കപ്പാസിറ്ററിൽ 3 യൂണിറ്റ് എനർജി ഉണ്ടെങ്കിൽ ഇൻഡക്ടറിൽ എത്ര കാണും? അതിൻ്റെ 3/1. അപ്പോൾ എത്ര ആയിരിക്കും? 1. Now I am concentrating on capacitor because capacitance ചാർജും മറ്റു കാര്യങ്ങളും എനിക്ക് ഇനീഷ്യലി അറിയാവുന്നത് കൊണ്ട് കപ്പാസിറ്ററിൻ്റെ ചാർജാണ് അവർ ചോദിച്ചിരിക്കുന്നത് കൊണ്ടും നമുക്ക് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കുക. കപ്പാസിറ്ററിൽ എത്ര ചാർജ് വരുമ്പോഴാണ് ഈ ഒരു ഡിവിഷൻ സംഭവിക്കുന്നതെന്ന് നോക്കാം. ശ്രദ്ധിക്കൂ, ടോട്ടൽ എനർജി അപ്പം 4 യൂണിറ്റ് അല്ലേ. കപ്പാസിറ്ററിൽ 3 യൂണിറ്റ് എനർജിയാണ് ഉള്ളതെങ്കിൽ 3/4 ഓഫ് ടോട്ടൽ എനർജിയാണ് ഇപ്പോൾ കപ്പാസിറ്ററിലുള്ളതെന്ന് പറയാം അല്ലേ. 3/4 ഓഫ് ടോട്ടൽ എനർജി. ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇനിഷ്യലി കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജി ആയിരുന്നു. അത് ഹാഫ് ഓഫ് Q². Q ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ 20 മൈക്രോകൂളം വന്ന അവസരത്തിലുള്ള ചാർജ്. Q²/C ആണ്. ദിസ് മസ്റ്റ് മാച്ച് വിത്ത് നിലവിലത്തെ കപ്പാസിറ്ററിലുള്ള എനർജി. അത് കപ്പാസിറ്റർ എനർജിയുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഓഫ്. പക്ഷേ ഇപ്പോൾ Q എന്ന് പറയുന്ന ചാർജ് ഇല്ല. ഇത്രയും ഒരു റിഡക്ഷൻ വന്നതുകൊണ്ട് Q ഈസ് റെഡ്യൂസ്ഡ് ടു സം അതർ ചാർജ് സ്മോൾ q. സോ സ്മോൾ Q²/C എന്ന് എഴുതാം. ഈ സ്മോൾ ലെറ്റർ ക്യൂവിൻ്റെ വിലയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. പുതിയ അവസരത്തിൽ വരുന്ന ചാർജിന് എനർജിക്ക് കാരണക്കാരനായ ചാർജ്. ഇതിൽ 2C നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാം. സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ ക്യൂവിൻ്റെ വില 3√3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ചാർജ് അല്ലേ. ചാർജ് നമുക്കറിയാം എത്രയാണ്? 20 മൈക്രോകൂളോം ആണല്ലോ ഇനിഷ്യലി ഉള്ളത്. ഇത് ക്യാൻസൽ ചെയ്യുമ്പം 10 മൈക്രോകൂളോം വരത്തില്ലേ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും 10√3 മൈക്രോകൂളോം. ശരിയാണ്, കപ്പാസിറ്ററിൻ്റെ ചാർജ് 10√3 മൈക്രോകൂളോം ആകുമ്പോൾ ഈ എനർജി ഡിവിഷൻ നടക്കുന്നുണ്ട്. ഓപ്ഷൻ ഡിയും കറക്റ്റായ ആൻസറാണ്. അപ്പോൾ A, C ആൻഡ് D ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 നമുക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ് പറയുന്നത്? എ പോയിന്റ് ചാർജ് +Q ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം എ ഷോർട്ട് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് P ആസ് ഷോൺ ഇൻ ഫിഗർ. The line joining the point charge Q to the center of the dipole is perpendicular to dipole moment P. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, അതായത് ഇക്വറ്റോറിയൽ പ്ലെയിനിലാണ് നമ്മുടെ Q ചാർജ് വെച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓർ ഈസ് ട്രൂ? ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആകാം, അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ട് വരാം. ആക്ച്വലി ലെറ്റ്സ് ചെക്ക് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അല്ലേ ടോർക്കും എല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിന് നിങ്ങൾക്ക് ഡീൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ ഡയറക്റ്റ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ ഇട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡൈപോൾ മൊമെൻറ്റിനെ നമുക്ക് ഫിസിക്കലി ഒന്ന് കൺസ്ട്രക്റ്റ് ചെയ്യാം ചാർജുകൾ വെച്ചിട്ട്. അതിനുശേഷം നമുക്ക് ഇതിനെ ഫർദർ പ്രൊസീഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കുക. ഈ ഡൈപോൾ മൊമെൻറ്റിന് പകരം ഞാനിവിടെ -Q ചാർജ് ഇല്ലേ, ഈ ഡൈപോൾ മൊമെൻറ്റിന് കാരണമാകുന്നത് ഒരു +Q ചാർജ് എനിക്കിവിടെ മാർക്ക് ചെയ്യാം. ഇതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള അകലം നമുക്ക് 2a ആണെന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വറ്റോറിയൽ ഡിസ്റ്റൻസ് R-ൽ നമ്മുടെ ചാർജ് +Q ഇരിപ്പുണ്ടല്ലോ. ഈ ചാർജ് ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലോട്ടായിരിക്കും. ഓക്കെ, സോ ഈ +Q എന്ന് പറയുന്നത് ഈ ചെറിയ +Qവിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സോ റിപ്പൽ ചെയ്യും വിത്ത് റിപ്പൽഷൻ ഫോഴ്സ് F ത്രൂ ദിസ് ലൈൻ. അതേപോലെ ഈ ക്യാപിറ്റൽ Q +Q ചാർജ് ഈ -Qവിനെ ഈ ലൈനിലൂടെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും വിത്ത് ഫോഴ്സ് F. സോ ദീസ് ആർ ദ 2 ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഡൈപോൾ. അപ്പം ചെറിയൊരു ഇൻക്ലിനേഷനിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഇനി ഫർദറായിട്ട് ഡീൽ ചെയ്യാം നോക്കുക. സപ്പോസ് ഈ ആംഗിൾ ഞാൻ തീറ്റാന്ന് പരിഗണിക്കുന്നു, ഈ ആംഗിളും നമുക്ക് തീറ്റാന്ന് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സിനെ ഒന്ന് കോമ്പണൻ്റ് ചെയ്ത് നോക്കാം. ഈ ഫോഴ്സിൻ്റെ 2 കോമ്പണൻ്റ്, ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയും നമുക്ക് എടുക്കാം അല്ലേ, ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട്.
സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. സോ ദിസ് വിൽ ബി എഫ് കോസ് തീറ്റ. ഇതെന്താണ്? എഫ് സൈൻ തീറ്റയാണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെയും കോമ്പണൻസ് എടുക്കാം. ഈ രണ്ട് ഡയറക്ഷനുകളിൽ വെക്റ്റർ കോമ്പണൻസ് എടുക്കാം. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും ആംഗിൾ തീറ്റയാണ്. ഇതെന്താണ്? എഫ് കോസ് തീറ്റയാണ്. ഇതെന്താണ്? എഫ് സൈൻ തീറ്റയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകളുടെ കോമ്പണൻറ്റ് ഫോർമാറ്റ് നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു. ഇതിനെ നിങ്ങളിനി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എഫ് കോസ് തീറ്റകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷേ എഫ് സൈൻ തീറ്റകൾ രണ്ടും ഒരേ ഡയറക്ഷനിലോട്ടാണ്, അപ്വേർഡാണ്. ശരിയല്ലേ? സോ ഡെഫിനറ്റ്ലി ദേ വിൽ ആഡ് അപ്പ്. സോ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് അല്ലേ? നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ എന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റ പ്ലസ് എഫ് സൈൻ തീറ്റ, ദറ്റ് ഈസ് നത്തിങ് ബട്ട് 2f സൈൻ തീറ്റ എന്ന് വരും. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിനി ഈ എഫിൻ്റെ വാല്യൂ ഇൻഡിവിജ്വലി ആയിട്ട് എഴുതാം. 2 ഇൻറ്റു വാട്ട് ഈസ് ദ ഫോഴ്സ്? നോക്കൂ, ഇവിടെ ഫോഴ്സിൻ്റെ വാല്യൂ എന്ത് വരും നോക്കുക. ദിസ് ഫോഴ്സ് ഈസ് K അല്ലേ? ഫസ്റ്റ് ചാർജ് ഈസ് K ഈസ് 1/4πε0 അൾട്ടിമേറ്റ്ലി. ഫസ്റ്റ് ചാർജ് Q, ചെറിയ ചാർജ് ക്യാപ് സ്മോൾ ലെറ്റർ q ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അപ്പം r സ്ക്വയർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ശരിയല്ലേ? നമുക്ക് ഇവർ ശ്രദ്ധിക്കണം ഒരു കാര്യം. ഈ r എന്ന് പറയുന്നത് ആക്ച്വലി ക്യൂവും പിയും തമ്മിലുള്ള അകലം എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതാണ്ട് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പം നമുക്ക് ഈ ആറിൻ്റെ ടേമിൽ r എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം ആറും നമ്മുടെ ഡൈപോൾ ഞാൻ 2a എന്നാണ് മൊത്തത്തിൽ ഡൈപോളിൻ്റെ ലെങ്ത് എടുത്തത്. അപ്പോൾ ഇത് a ആയിരിക്കും. അപ്പം ആറും എയും വെച്ചിട്ട് ഈ പ്ലസ് ക്യൂ മുതൽ പ്ലസ് സ്മോൾ ലെറ്റർ ക്യൂ വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് ഓഫ് r സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? ദാറ്റ് ലെങ്ത്. അപ്പോൾ ആ ലെങ്താണ് നമ്മൾ ഈ ഫോഴ്സ് എഴുതുമ്പോൾ താഴെ ഉപയോഗിക്കേണ്ടത്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ അക്കോർഡിംഗ് ടു കൂളോംസ് ലോ, പോയിന്റ് ചാർജ് ആയതുകൊണ്ട് കൂളോംസ് ലോ അപ്ലൈ ചെയ്യാം. Q1 Q2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അപ്പം നമ്മൾ ആ ഡിസ്റ്റൻസ് r സ്ക്വയർ എന്നുള്ളത് റൂട്ട് ഓഫ് r സ്ക്വയർ പ്ലസ് a സ്ക്വയർ ആണ് ഇവിടെ. സോ ഡിസ്റ്റൻസ് സ്ക്വയർ നിങ്ങൾ ചെയ്യുമ്പം r സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഇൻറ്റു ഈ സൈൻ തീറ്റയും നിങ്ങൾ ഈ ട്രയാങ്കിളിൽ നിന്ന് എഴുതണം. ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എ ആണ്, ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് r സ്ക്വയർ പ്ലസ് a സ്ക്വയർ ആണ്. സോ a ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ റൂട്ട് ഓഫ് r സ്ക്വയർ പ്ലസ് a സ്ക്വയർ വരും. ഇതുമായിട്ട് നിങ്ങൾക്ക് അതിനെ മാച്ച് ചെയ്ത് എഴുതുമ്പം 3/2 എന്നുള്ള പവർ വരും. ഓക്കെ, ദെൻ നമ്മുടെ ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന P വെച്ചിട്ടാണ് ആൻസേഴ്സ് എഴുതിയിരിക്കുന്നത്. ഡൈപോൾ മൊമെൻറ്റ് നിങ്ങൾക്കറിയാം 1 ഓഫ് ദ ചാർജ് Q ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, 1 ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. 2QA നമുക്ക് മാച്ച് ചെയ്ത് എഴുതാം. 2QA ഇതിനെ മൊത്തത്തിൽ നമുക്ക് P എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ എന്ത് വരും? KQP. അതേപോലെ ഡൈപോളിൻ്റെ A എന്ന് പറയുന്ന ആ ഒരു ഡൈപോൾ ലെങ്ത് r എന്ന് പറയുന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായതുകൊണ്ട് യു ക്യാൻ അസ്യൂം ദിസ് as negligible or 0. So r square the whole power 3/2 becomes r cube. So total force KQP divided by r cube എന്ന് വരുന്നുണ്ട്. ശരിയല്ലേ? കെയുടെ വില 1/4πε0 ആണ്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നു നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ ഈസ് 0. നോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻ ദ ഡൈപോൾ ഈസ് QP by 4πε0 r cube. ശരിയാണ്. കെയുടെ വില 1/4πε കൊടുത്താൽ മാഗ്നിറ്റ്യൂഡ് ശരിയാണ്. ഡയറക്ഷനും കൂടെ ശ്രദ്ധിച്ചോണം. എലോങ് ദ ഡൈപോൾ മൊമെൻറ്റ് മുകളിലോട്ടല്ലേ? ഡൈപോൾ മൊമെൻറ്റും മുകളിലോട്ടാണ്. തീർച്ചയായിട്ടും ബിയും ശരിയാണ്. ഇനി സിയിൽ അവർ ചോദിച്ചിരിക്കുന്നത് ടോർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ടോർക്ക് ഇതിനകത്ത് കാൽക്കുലേഷൻ ചെയ്യാമെന്ന് നോക്കാം. ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിന് നമുക്ക് എന്ത് വേണം? പാരലൽ കോമ്പണൻറ്റ്. ഡൈപോളിന് എലോങ് ആയിട്ട് ഫോഴ്സിൻ്റെ കോമ്പണൻസ് പാടില്ല. അപ്പം നമ്മൾ ഇവിടെ നേരത്തെ പരിഗണിച്ച് വെച്ചിരിക്കുന്ന എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ രണ്ട് ഫോഴ്സ് വെക്ടേഴ്സ് അല്ലേ, ഫോഴ്സും ഡൈപോളിന് എലോങ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ദേ വിൽ നോട്ട് പ്രൊവൈഡ് എനി കൈൻഡ് ഓഫ് ടോർക്ക്. പക്ഷേ ഡൈപോളിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഈ രണ്ട് ഫോഴ്സുകൾ എഫ് കോസ് തീറ്റകൾ നെറ്റ് ഫോഴ്സ് ട്രാൻസ്ലേഷനായിട്ട് തരുന്നില്ലെങ്കിലും അല്ലെ, ട്രാൻസ്ലേഷണൽ ഫോഴ്സുകൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ എഫക്റ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിലും ദേ വിൽ ക്രിയേറ്റ് എ റൊട്ടേഷൻ എഫക്റ്റ്. തീർച്ചയായിട്ടും ഇവിടുത്തെ റൊട്ടേഷൻ സെൻസും നിങ്ങൾക്ക് കാണാം. ഇറ്റ് ഈസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഹൗ യു ക്യാൻ പ്രൊസീഡ് ഫോർ ദ ടോർക്ക് ഈസ് ഈക്വൽ ടു 1 ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആക്ച്വലി ദിസ് ഇസ് എ ടോർക്ക് ബിക്കോസ് ഓഫ് കപ്പ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയതുകൊണ്ട്. സോ എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന 1 ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സ് ഈസ് 2a.
ഈസ് ഇറ്റ് ക്ലിയർ? സോ എഫിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് എഴുതി വെച്ചു അല്ലേ? ക്യൂ കെ ക്യൂ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇതാണ് എഫ്. ഓക്കെ, ഇൻറ്റു 2a നമ്മൾ എഴുതി. അതിനുശേഷം നിങ്ങൾക്ക് ഈ കോസ് തീറ്റ കൂടെ എഴുതാം. കോസ് തീറ്റ നിങ്ങൾ ആ ട്രയാങ്കിളിൽ നോക്കുമ്പം അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് ആർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും. സോ അതുകൊണ്ട് ഈ പവർ 3/2 എന്ന് എഴുതാം. ഇനി നമുക്ക് 2aയും ഈ ക്യൂവും ചേർത്ത് പി എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ കെ ക്യൂ പി മുകളിൽ ഒരു ആർ ഉണ്ട് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ പവർ 3/2. എ വളരെ ചെറുതായതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യാം. ആർ സ്ക്വയർ ദ ഹോൾ പവർ 3/2 നിങ്ങൾക്ക് ആർ ക്യൂബ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ആർ സ്ക്വയർ എന്ന് വരും. സോ കെ ക്യൂ പി ബൈ ആർ സ്ക്വയർ, കെ ക്യൂ പി ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? 1/4πε0 ക്യൂ പി ബൈ ആർ സ്ക്വയർ. ഇൻവേർട്ട് ഡയറക്ഷൻ ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ടോർക്ക് ഈക്വലൻ്റ് ടു ഇൻവേർട്ട്. അപ്പം ടോർക്ക് ആക്ടിങ് ഇത് മാഗ്നിറ്റ്യൂഡ് കറക്റ്റ് ആണ്, ഡയറക്ഷനും സെൻസ് നോക്കുക. സോ സി കറക്റ്റ് ആണ്. ഒബ്വിയസ്ലി ഡി വിൽ ബി ദ റോങ് ഓപ്ഷൻ. ഈസ് ഇറ്റ് ക്ലിയർ? സോ ബി ആൻഡ് സി ആർ ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 5. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നീട് ഞാൻ വേണമെങ്കിൽ മറ്റൊരു ഇൻസൈറ്റ് ഇവിടെ തരാം, ഓൺലി ഫോർ ദ അക്കാഡമിക്കൽ ഇൻട്രസ്റ്റ്. ലിസൺ ഹിയർ. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ നാളെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് വരികയാണെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഈ പിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ വെച്ചിട്ട് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ അല്ലേ? ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നെ ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി പിയിലും കിട്ടുന്നത് അല്ലേ? ക്യൂവിൽ ഈ സിസ്റ്റം എത്ര കൊടുക്കുന്നു അത്രയും തന്നെ പിയിൽ കിട്ടും. ഫോർ ദ ഡൈപോൾ അല്ലേ, പി എന്ന് പറയുന്ന ഡൈപോൾ ഈ പറയുന്ന ഒരു ആർ ഡിസ്റ്റൻസിലിരിക്കുമ്പോൾ ഇവിടെ തരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കെ പി ബൈ ആർ ക്യൂബ് ആണെന്ന്. ഇസ്ൻ്റ് ഇറ്റ്? അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ക്യൂ ചാർജ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ കെ പി ക്യൂ ബൈ ആർ ക്യൂബ് എന്നുള്ള ഫോഴ്സ് ഡൗൺവേർഡ് ആക്ട് ചെയ്യും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അപ്വേർഡ് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കെ പി ക്യൂ ബൈ ആർ ക്യൂബ്. We have already found it. Okay, so it's a good insight. You can use it some certain instance, but for the torque calculation definitely you have to go with the first method itself. Is it clear? So നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6, ആറാമത്തെ ചോദ്യം നിങ്ങളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ വലിയ മാത്തമാറ്റിക്കലായിട്ടുള്ള ഗുസ്തിയൊന്നും പിടിക്കേണ്ട കാര്യമില്ല ഈ ചാപ്റ്ററിൽ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് ഒന്ന് ഡീൽ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതേ ചാപ്റ്റർ നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫസ്റ്റ് ഓർഡർ കെമിക്കൽ ഇക്വേഷനും അതേ കണക്ക് അറീനിയസ് ഇക്വേഷൻസും എല്ലാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ മോഡൽ ഇക്വേഷൻസ് തന്നെ അവിടെയും റിപ്പീറ്റായി വരുന്നുണ്ട്. So not only for physics, this chapter, if you are working well, it is also helpful for chemistry. Okay, so the two radioactive materials A and B have decay constant 3 lambda and 2 lambda respectively at t is equal to 0. So initial conditioniലുള്ള ഡേറ്റാസ് മൊത്തം അവർ തന്നിട്ടുണ്ട്. The number of nuclei of A and B are 4n0 and 2n0 respectively. Fine, 4n0 2n0 ആണ്. അങ്ങനെയാണെങ്കിൽ their number of radioactive nuclei will be equal എന്നുള്ള കാര്യവും decay rate തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ നിങ്ങൾക്കിത് പ്രൊസീഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 എലമെൻറ്റുകൾ തന്നിട്ടുണ്ട് അല്ലേ, 2 വ്യത്യസ്തമായ മെറ്റീരിയൽസ് A and B. They are radioactive. ഈ എയുടെ ഡീകെ കോൺസ്റ്റൻറ്റ് അവർ 3 ലാംഡ എന്ന് തന്നിട്ടുണ്ട്, ബിയുടെ ഡീകെ കോൺസ്റ്റൻറ്റ് 2 ലാംഡ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇനിഷ്യൽ നമ്പർ എയിൽ 4n0 ആണ് ഇനിഷ്യലി ഉള്ളത്, ബിയിൽ 2n0 ആണ് ഇനിഷ്യലി ഉള്ളത്. ഇത്രയും ഡേറ്റയാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയായി ഈക്വൽ ആകുന്ന സമയം, അതായത് നമുക്ക് വേണ്ടത് എന്താണ്, NA അല്ലേ, ഒരു പർട്ടിക്കുലർ ടൈമിൽ എയുടെ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയായി, ബിക്കോസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡിസിൻറ്റഗ്രേഷൻ നടക്കുകയാണ്, ആ എണ്ണം ഈക്വൽ ആകണം. ആർക്ക് ഈക്വൽ ആകും, NBക്ക് ഈക്വൽ ആകും, ശരിയല്ലേ? എന്താണ് NA? അറ്റ് എനി ടൈം വാട്ട് ഈസ് ദ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയായി? നിങ്ങൾ DK ലോയിൽ നിന്ന് നിങ്ങളത് ഡിഫറൻഷ്യൽ ഫോമിൽ നിന്ന് അത് എന്ത് ഇക്വേഷനാക്കി മാറ്റിയിട്ടുണ്ട്, അത് ഒറിജിനൽ ഇക്വേഷൻ ഫോമാറ്റ് ജനറൽ ഇക്വേഷനായിട്ട് മാറ്റിയിട്ടുണ്ട്, ശരിയല്ലേ? ഒരു എക്സ്പോണൻഷ്യൽ ഇക്വേഷനാണ്, ഓർമ്മ കാണും നിങ്ങൾക്ക്. അറ്റ് എനി ടൈം ദ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയായി ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ എമൗണ്ട് ഇൻറ്റു E പവർ മൈനസ്
lambda, that is decay constant into time t ആണ്. Is it clear? So ഈ ഇക്വേഷൻ്റെ യൂസ് നിങ്ങൾക്ക് ഇവിടെ നടത്താം. എൻ എക്ക് പകരം ശ്രദ്ധിച്ചെഴുതണം, ഇനിഷ്യലി എത്രയുണ്ട്? 4n0 ഉണ്ട് അല്ലേ, ഇൻറ്റു ഇ പവർ ലാംഡ എയുടെ കാര്യത്തിൽ 3 ലാംഡയാണ് ഇൻറ്റു ടി എന്ന് ഞാൻ എഴുതി. ദിസ് ഹാസ് ടു ബി മാച്ച് വിത്ത് ബിക്ക് ഇനിഷ്യലി എത്രയുണ്ട്? n0 ഈസ് ഇനിഷ്യൽ വാല്യൂ 2n0 ആണുള്ളത്. അതേപോലെ ഇ പവർ മൈനസ് അല്ലേ 2 ലാംഡയാണ് അതിൻ്റെ ഡി കെ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടി എന്ന് എഴുതുക. n0 ക്യാൻസൽ ചെയ്ത് പോയി, ദിസ് ക്യാൻ ബി ക്യാൻസൽ ആൻഡ് റിട്ടേൺ ആസ് 2. സോ എന്ത് വന്നു? 2 ഈസ് ഈക്വൽ ടു ദ ഇ പവർ മൈനസ് 3 ലാംഡ ടി ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ വരും, മുകളിൽ ചെല്ലുമ്പം പ്ലസ് 3 ലാംഡ ബൈ ടി ആകും. രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് പവർ തമ്മിൽ ആഡ് ചെയ്യുക. ഇ പവർ 3 ആൻഡ് മൈനസ് 2 ഈക്വൽസ് 1 ലാംഡ ടി എന്ന് വരും. If you are taking the logarithm on both sides അല്ലേ, നിങ്ങൾക്ക് എന്ത് വരാം? അല്ലെങ്കിൽ ആൻറ്റി ലോഗരിതം എടുത്താലും മതി. അപ്പം എന്ത് വരും? ln 2, ബിക്കോസ് ദിസ് ഇസ് എക്സ്പൊണൻഷ്യൽ തിങ്, അതുകൊണ്ട് നാച്ചുറൽ ലോഗരിതം തന്നെ എടുക്കുക. ലാംഡ ടി എന്ന് വരും. സോ ദ കറസ്പോണ്ടിങ് ടൈം വിൽ ബി, വാട്ട് വിൽ ബി ദ ടൈം? ln 2 ബൈ ലാംഡ. അപ്പോൾ എയിലെയും ബിയിലെയും നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയായി ഈക്വൽ ആകുന്ന സമയം ln 2 ബൈ ലാംഡയാണ്. ഒരു ജെ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയാനേ പറ്റൂ, അത്ര വലിയ പാടൊന്നുമില്ല. അപ്പോൾ ln 2 ബൈ ലാംഡയാണ് അതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് പോകാം, സെക്കൻഡ് സെറ്റിലോട്ട് പോകാം. രണ്ടാമത്തെ സെറ്റിൽ എന്താണ് അവർ പറയുന്നത്? ദെയർ ഡി കെ റേറ്റ് വിൽ ബി ഈക്വൽ. ഇതിൻ്റെ ഡി കെ റേറ്റ് ഈക്വൽ ആകുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്, ശരിയല്ലേ? ഇത് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. എങ്ങനെ നോക്കാം? ഈ ഡി കെ റേറ്റിൻ്റെ ഇക്വേഷൻ, അത് ഡി കെയുടെ ഫസ്റ്റ് ഇക്വേഷനാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ദ ഇക്വേഷനാണ്. എന്താണത്? ഡി എൻ ബൈ ഡി ടി എന്ന് പറയുന്നത് അല്ലേ, നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് സൈൻ ഇടാം, ഡി കെ ആയതുകൊണ്ട്, ഈസ് ഈക്വൽ ടു എന്താണ്? ലാംഡ ഇൻറ്റു ഒറിജിനൽ എമൗണ്ട്, ഐ മീൻ ലാംഡ ഇൻറ്റു എൻ ഈസ് വാട്ട് ഈസ് ലെഫ്റ്റ് അറ്റ് ദാറ്റ് ടൈം. ഇപ്പോൾ അവശേഷിക്കുന്നത് എത്രയാണെന്നാണ് എഴുതേണ്ടത്. ദിസ് ഇസ് ദ ഡി കെ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫ് ഡി കെ ഈക്വൽ ആകുമ്പോൾ എയുടെയും ബിയുടെയും എന്ത് ഈക്വൽ ആക്കണം? നമ്മൾ മൈനസ് ഓഫ് എൻ എ ബൈ ഡി ടി മസ്റ്റ് ബി മാച്ച് വിത്ത് വാട്ട്? ഈ പറയുന്ന മൈനസ് ഓഫ് ഡി എൻ ബൈ ഡി ടി, ശരിയല്ലേ? ഇതിൽ നിങ്ങൾക്ക് ഈ രണ്ട് നെഗറ്റീവ് സിമ്പിൾസ് കളയാം. ഈ ഡി എൻ എ ബൈ ഡി ടി ഡിഫറൻസിയേഷൻ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, നിങ്ങൾക്ക് ലാംഡ എന്നിന് ഈക്വൽ അല്ലേ, അതുകൊണ്ട് കറസ്പോണ്ടിങ് ലാംഡ വാല്യൂസ് എഴുതിയാൽ മതി. എൻ എയുടെ ലാംഡ വാല്യൂ എത്രയാണ്? 3 ലാംഡയാണ് അല്ലേ, യെസ് ഓർ നോ? സോ 3 ലാംഡ. ദെൻ വാട്ട് ഈസ് ദ എൻ? നിലവിൽ ഇപ്പോൾ എത്ര എൻ ഉണ്ട്? ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ശ്രദ്ധിക്കണം, ഈക്വൽ ആകുന്ന ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എൻ എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള വാല്യൂ ആണ് അല്ലേ. ജനറലി അറ്റ് എ പർട്ടിക്കുലർ ടൈം എത്ര എൻ ഉണ്ട് അത് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നല്ലേ കിട്ടുന്നത്, യെസ് ഓർ നോ? സോ നമുക്ക് എന്തെഴുതാം? 3 ലാംഡ ഇൻറ്റു എൻ എ. എൻ എ എന്ന് എഴുതുമ്പം n0 എഴുതണം. ആദ്യത്തെ വില എത്രയാണ്? എത്രയുണ്ട് എയുടേത്? 4n0 ഉണ്ട്, ശരിയല്ലേ? ഇ പവർ മൈനസ് ഓഫ് എയുടേത് 3 ലാംഡ ടി ആണ്. ഓക്കെ, ദിസ് മസ്റ്റ് ബി മാച്ച് വിത്ത്. അടുത്തത് എന്താണ്? ഡി എൻ ബി. വീണ്ടും ലാംഡ ടേം ഫോർ ബി ഈസ് 2 ലാംഡ ഇൻറ്റു ഇനിഷ്യലി എത്ര വാല്യൂ ആണുള്ളത്? 2n0 വാല്യൂ ആണുള്ളത്. ഇ പവർ മൈനസ് ഓഫ് എത്രയാണ്? മൈനസ് ഓഫ് 2 ലാംഡ ടി എന്ന് എഴുതാം നിങ്ങൾക്ക്. ഈസ് ഇറ്റ് ക്ലിയർ? സോ ഇതിൽ നിന്ന് ലാംഡ n0 ക്യാൻസൽ ചെയ്യാം. 3 12, ഇവിടെ 2 4, 4ഉം 12ഉം ക്യാൻസൽ ചെയ്യുമ്പം ഒരു 3 വരും ഫ്രണ്ടിൽ അല്ലേ. 3 ഇൻറ്റു ഇ പവർ മൈനസ് 3 ലാംഡ ടി ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് 2 ലാംഡ ടി. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇവിടെയും ഇതേ കണക്ക് 2 ഇൻറ്റു ഇ പവർ മൈനസ് 3 ലാംഡ ടി ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് 2 ലാംഡ ടി. അതേ ഫോർമാറ്റിൽ തന്നെയല്ലേ ഇവിടെയും വന്നപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ത് വന്നു? ln 2 ആ നമ്പർ വെച്ച് വന്നു കേട്ടോ, ln 2 ബൈ ലാംഡ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാം, ടൈം വിൽ ബി ഈ 3 വെച്ചങ്ങ് എഴുതിയാൽ മതി, ln 3 ബൈ ലാംഡ എന്നായിരിക്കും. അണ്ടർസ്റ്റുഡ്? സേവ് യുവർ ടൈം ബൈ യൂസിങ് ദ പ്രീവിയസ് കാൽക്കുലേഷൻസ്. സോ ln 3 ബൈ ലാംഡയിൽ ഡി കെ റേറ്റ് ഈക്വൽ ആണ്. അപ്പോൾ ബി ഓപ്ഷൻ തെറ്റാണ്. സി ഓപ്ഷൻ ദർ ഡി കെ റേറ്റ് വിൽ ബി ഈക്വൽ അറ്റ് ln 3 ബൈ ലാംഡ. സി കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇനി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്നു അറ്റ് ടി ഈസ് ഈക്വൽ ടു ln 4 ബൈ ലാംഡ ദ ഡി കെ റേറ്റ് ഓഫ് എ വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡി കെ റേറ്റ് ഓഫ് ബി. സോ നമുക്ക് ഇൻഡിവിജ്വലി എയുടെയും ബിയുടെയും ഡി കെ റേറ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ
സോ അറ്റ് ടി ഈക്വൽ ടു ln 4 ബൈ ലാംഡ എന്തായിരിക്കും ആ സമയത്ത് ഡി കെ റേറ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഡി കെ റേറ്റ് എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു എൻ ആണ് അല്ലേ. ലാംഡ എക്ക് 3 ലാംഡ ഇടാം. എന്നിൻ്റെ വില എന്താണ്? ഇനിഷ്യലി 4 and 0 ഇ പവർ ഓക്കെ മൈനസ് ഓഫ് ലാംഡ ടി 3 ലാംഡ ടിക്ക് പകരം എന്തിടാം? ലാംഡ ln 4 ബൈ ലാംഡ. കാരണം ഈ സമയത്തുള്ള ഡി കെ റേറ്റ് ആണ് ഞാൻ എഴുതിയത്. ഇതാണ് ഡി കെ റേറ്റ്. ആരുടെയാണത്? എയുടെ ഡി കെ റേറ്റ് ആണ്. ലാംഡ ലാംഡ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഈ 3 എന്നുള്ള പവർ എവിടെ വരും? ദിസ് വിൽ കം അപ്പോൺ 4ൻ്റെ പവറായിട്ട് വരും. കാരണം ലോഗരിതത്തിൻ്റെ മുന്നിലുള്ള കോഎഫിഷ്യൻറ്റ് 4ൻ്റെ പവറായിട്ട് മാറും. ഇയും ഈ ലോഗരിതവും ക്യാൻസൽ ചെയ്ത് പോകും ബിക്കോസ് ദേ ആർ ഓപ്പോസിറ്റ് ഇൻ സെൻസ്. സോ രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 12 ലാംഡ ഓക്കെ n0 എന്ത് വരും? ഇത് 4 പവർ 3 എന്ന് വരും. ഒരു നെഗറ്റീവ് ചിഹ്നമുണ്ട്. ദാറ്റ് ഈസ് ഓൺലി ഷോയിങ് ദ ഡി കെ സെൻസ്. ഓക്കെ, സോ ഇതാണ് ആരുടേത്? നമ്മളുടെ ഡി കെ റേറ്റ് ഓഫ് എ. അതേപോലെ ഡി കെ റേറ്റ് ഓഫ് ബി നിങ്ങൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ അതും ലാംഡ ഇൻറ്റു എൻ ആണ് ഡി കെ റേറ്റ്. ശരിയല്ലേ? ലാംഡ വാല്യൂ ബിയുടേത് നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2 ലാംഡ. ശരിയല്ലേ? ഇൻറ്റു എൻ. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ജനറലായിട്ട് നമുക്ക് ബിയുടെ വാല്യൂ എങ്ങനെ എഴുതാം? ഇനിഷ്യൽ വാല്യൂ ഓഫ് ബി ഈസ് 2n0 അല്ലേ, ഇ പവർ മൈനസ് 2 ലാംഡ. അതാണ് ബിയുടെ ഡി കെ കോൺസ്റ്റൻറ്റ്. ഇൻറ്റു ഏത് പർട്ടിക്കുലർ ടൈമിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ln 4 ഡിവൈഡഡ് ബൈ ലാംഡ. സോ ലാംഡ ലാംഡ ക്യാൻസൽ ചെയ്ത് പോകും. ഈ 2 നിങ്ങൾക്ക് 4ൻ്റെ പവറായിട്ട് എഴുതാം. ലോണും ഇയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടെ 2 to 4 എന്ത് വരും? 4 ലാംഡ n0 ദിസ് 4 പവർ 2 ദാറ്റ് ഈസ് 16. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലായി ഈ വാല്യൂ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ്. 12 ഇൻറ്റു 4 ക്യൂബാണ്. ഇത് 4 ഇൻറ്റു 4 സ്ക്വയറേ ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി ഡി കെ റേറ്റ് എയുടേത് വളരെ കൂടുതലാണ്. ആരെക്കാൾ? ബിയേക്കാൾ. അറ്റ് ദിസ് പർട്ടിക്കുലർ ടൈം ഓപ്ഷൻ ഡിയും കറക്റ്റാണ്. സോ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പ്യുവർലി ബേസ്ഡ് ഓൺ ഇക്വേഷൻ യു ഹാവ് ടു അനലൈസ് വെൽ. ചെയ്യുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പോൾ മെക്കാനിക്സ് നല്ലതുപോലെ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു സ്ട്രിങ് കൺസ്ട്രെയിൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 7ൽ ദ സ്ട്രിങ് ഷോൺ ഇൻ ഫിഗർ ഈസ് പാസിംഗ് ഓവർ എ സ്മോൾ സ്മൂത്ത് പുള്ളി റിജിഡ്ലി അറ്റാച്ച്ഡ് ടു ട്രോളി എ. The trolley is moving horizontally with the constant speed va. Speed and magnitude of acceleration of the block B at the instant shown in figure. അപ്പോൾ ബ്ലോക്ക് ബിയുടെ സ്പീഡ് എത്രയാണ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഇൻസ്റ്റൻറ്റിൽ സ്പീഡും ആക്സിലറേഷനും. ശരി, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫർദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഇവിടെ ആക്ച്വലി പല മെത്തേഡുകളുണ്ട്. പോയിന്റ് മെത്തേഡുണ്ട്, അതേപോലെ സ്ട്രിങ്ങിനെ നമുക്ക് സ്ട്രിങ് ലെങ്തിനെ കോൺസ്റ്റൻ്റ് ആക്കി ഡിഫറൻഷ്യൽ മെത്തേഡ് ചെയ്യാം. ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിൽ ആക്സിലറേഷൻ്റെ ഓപ്ഷൻസ് നമുക്ക് വെലോസിറ്റിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കൊണ്ട് ഇതിനെ വളരെ ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ സ്ട്രിങ് ലെങ്ത് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഫോളോ ചെയ്ത് പോകാം. ശരി, എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചിന്തിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്ന് നോക്കൂ. നിങ്ങൾ ഈ ട്രോളി വി എ വെലോസിറ്റിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ, ഈ സാധനം മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഈസ് ജനറലി ഇൻക്രീസിങ്. സോ അതുകൊണ്ട് ഈ ഡോട്ടഡ് ഡിസ്റ്റൻസ് അല്ലേ, ട്രോളിയും ഈ വോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ക്ലിയർ? അതുപോലെ അപ്പം ഞാൻ ഈ ഒരു പൊസിഷനെ വെച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു മൂവിങ് ഒറിജിനെ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം. ഇതിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അതേപോലെ ഈ സ്ട്രിങ് ലെങ്ത് എവിടം വരെ ഉള്ളതാണ്? ബി വരെയുള്ള സ്ട്രിങ് ലെങ്തിനെ നിങ്ങൾക്ക് വൈ എന്ന് വിളിക്കാം. ഓക്കെ, ഇത് വൈ എന്ന് വിളിക്കാം. ഇനി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു ട്രോളി മുന്നോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോയിന്റ് എപ്പോഴും ഈ പോയിന്റിന് നേരെ ആയതുകൊണ്ട് ദാറ്റ് ഈസ് എ ഫിക്സ്ഡ് തിങ്. അതേ കണക്ക് സ്ട്രിങ് എപ്പോഴും ഇവിടെ കണക്റ്റഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദിസ് 4 സെൻറ്റിമീറ്റർ ഈസ് എ കോൺസ്റ്റൻറ്റ് ലെങ്ത്. അപ്പോൾ ഈ ട്രോളി മുന്നോട്ട് മൂവ് ചെയ്യുമ്പം ഈ ലെങ്ത് കണ്ടോ, ഈ സ്ട്രിങ്ങിൻ്റെതാ ഈ ലെങ്ത്, ഇത്രയും ലെങ്ത് തീർച്ചയായിട്ടും കൂടും. ഈ വൈ ലെങ്ത് കുറയും. ശരിയല്ലേ? കാരണം ബി ബ്ലോക്ക് മുകളിലോട്ട് കയറി പോകും. അപ്പോൾ ഈ പറയുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ട്രിങ് ലെങ്തിനെ എനിക്ക് ആസ് എ വേരിയബിൾ എങ്ങനെ മെൻഷൻ ചെയ്യാം? അറ്റ് ദിസ് പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് അല്ലേ, അറ്റ് ദിസ് പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് അല്ല, ജനറലി നമുക്ക് എഴുതാവുന്നത് എങ്ങനെയാണ്? ഈ എക്സും 4ഉം തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 എന്ന് വിളിക്കാം സ്ട്രിങ് ലെങ്തിന്. ഈസ് ഇറ്റ് ക്ലിയർ? സോ വാട്ട് വിൽ ഹാപ്പൻ? നമുക്ക് സ്ട്രിങ്ങിൻ്റെ ആ ഒരു ഇൻക്ലൈൻഡ് ലെങ്ത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 എന്നും സ്ട്രിങ്ങിൻ്റെ ആ ഒരു വെർട്ടിക്കൽ ലെങ്ത് വൈ എന്നും കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ സ്ട്രിങ് ലെങ്ത് ത്രൂ ഔട്ട് ദിസ് മോഷൻ ഹാസ് ടു ബി കോൺസ്റ്റൻറ്റ്. സോ എനിക്ക് എന്തെഴുതാം? വൈ പ്ലസ്
root of x square plus 16 is a constant. Clear? Then I am going to differentiate this thing. This differentiation with respect to time. So what will happen? Either dy by dt agum plus root of anything 1 by 2 root of x square plus 16. അകത്ത് വന്ന x square plus 16 differentiation is 2x അല്ലേ, into തീർന്നില്ല, ടൈം വെച്ചാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്, x വെച്ചിട്ടല്ല. സോ dx by dt എഴുതണം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസിയേഷൻ 0 ആണ്. നിങ്ങൾക്ക് ഈ ടേംസ് ഇപ്പുറം കൊണ്ടുവന്ന് എഴുതി കഴിഞ്ഞാൽ dy by dt, what is dy by dt? വൈയിലുള്ള വേരിയേഷൻ അല്ലേ, വൈയിലുള്ള വേരിയേഷൻ നത്തിങ് ബട്ട് വെലോസിറ്റി ഓഫ് ബി, ഈ ബ്ലോക്കിൻ്റെ മുകളിലോട്ടുള്ള പോക്കാണ്. സോ ദിസ് ഇസ് വെലോസിറ്റി ഓഫ് ബി പ്ലസ്, ശരിയല്ലേ, 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഈ ടേം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്ത് കൊണ്ടുവന്ന് എഴുതാം. അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് എഴുതി കഴിഞ്ഞാൽ എന്താകും? മൈനസ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എക്സിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വേരിയേഷൻ ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വി എ. അപ്പോൾ നമുക്ക് വി എയും വി ബിയും തമ്മിലുള്ള റിലേഷൻ കിട്ടുന്നു. വി എ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ വി ബി വേരിയബിൾ ആണ്. വൈ? ബിക്കോസ് വി ബി ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. സോ ദിസ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ വി എ ആൻഡ് വി ബി ഇൻ ടേംസ് ഓഫ് എക്സ് ഓൾസോ. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. നമ്മളുടെ ചോദ്യം ഈ പറയുന്ന ഇൻസ്റ്റൻറ്റിൽ ആട്ടോ, അറ്റ് ദ ഗിവൺ ഇൻസ്റ്റൻറ്റ് വാട്ട് ഈസ് ദ വെലോസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മൈനസ് സിമ്പൽ എന്തിനാണ് കാണിക്കുന്നത്? മൈനസ് സിമ്പൽ കാണിക്കുന്നത് സ്ട്രിങ്ങിൻ്റെ ആ അപ്പർ പോർഷൻ എക്സ് കൂടുമ്പോൾ ഈ വൈ എന്ന് പറയുന്ന സാധനം കുറയുന്നു എന്നുള്ള സെൻസിലാണ് മൈനസ് വരുന്നത്. ദാറ്റ് ഈസ് ഓൺലി ഫോർ ദ വാട്ട് ഇസ് എ കൺവെൻഷൻ സെൻസ്. ഓക്കെ, നമുക്കതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡിനെ നിങ്ങളത് പരിഗണിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ വി ബി എന്ന് പറയുന്നത് എഴുതാൻ പോവുകയാണ്. അറ്റ് ദിസ് പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ആണ്. ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആ പിക്ചർ എടുത്തിരിക്കുന്ന സ്നാപ്ഷോട്ടിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 3 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എക്സ് 3 എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. 3 square by 16, 9 plus 16, 25, root 25 is 5 and VA. So at that instant നമ്മുടെ വെലോസിറ്റി ഓഫ് ബി നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? -3/5 വെലോസിറ്റി ഓഫ് എ എന്നാണ്. വി ബിയും വി എയും തുല്യമാണെന്ന് പറയുന്നു, എ ബി 0, റോങ് ആണ്. വി ബി 3/7 ഓഫ് വി എ അല്ല, 3/5 ഓഫ് വി എ ആണ്. ബിയും തെറ്റാണ്. സോ എ ആൻഡ് ബി ആർ റോങ് ആൻസേഴ്സ്. ഇനി നമുക്ക് ആക്സിലറേഷനുമായിട്ട് മുന്നോട്ട് പോകണം. ആക്സിലറേഷൻ ഓഫ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്, ശരിയല്ലേ? നമ്മുടെ കയ്യിൽ വി ബിയും വി എയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഈ ഒരൊറ്റ ഇക്വേഷനാണ് ഉള്ളത് നിലവിൽ, കൺസ്ട്രെയിൻ ഇക്വേഷൻ. ഈ കൺസ്ട്രെയിൻ ഇക്വേഷനെ നിങ്ങൾ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തറിയാം? ആക്സിലറേഷൻ കിട്ടും. എ ബി നമുക്ക് കിട്ടും. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമുക്കിങ്ങനെ ഫർദർ എങ്ങനെ ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇക്വേഷൻ മാത്രം എഴുതാം സ്ഥലം തികയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ശരി. എന്താണ് നമ്മൾ എഴുതിയ ഇക്വേഷൻ? വി ബി ഈസ് ഈക്വൽ ടു, ശരിയല്ലേ, മൈനസ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ, മൈനസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഓൺലി ഷോസ് ദ ഡിറക്ഷൻ. ഓക്കെ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 ഓക്കെ ഇൻറ്റു വി എ. ഓക്കെ അല്ലേ? സോ ഇതിനെ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോവുകയാണ്. ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോകുമ്പം ശ്രദ്ധിക്കുക, വി എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡല്ലേ, നമുക്കത് പുറത്തെഴുതാം. അപ്പം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചെയ്യുന്നത്. അപ്പം വി ബി എ നിങ്ങൾ ഡി വി ബൈ ഡി ടി ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഓഫ് ബി എന്ന് കിട്ടും. ഈ വി എ കോൺസ്റ്റൻ്റ് ആണ്, മൈനസും വി എയും നമുക്ക് പുറത്തിട്ടേക്കാം. ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യൂ. ദിസ് ഇസ് എ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ന്യൂമറേറ്റർ. വാട്ട് ഈസ് ദ ഡിഫറൻസിയേഷൻ ഓഫ് എക്സ്? എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വി എ ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം, മൈനസ്, ശരിയല്ലേ? ന്യൂമറേറ്റർ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എക്സ് ആണ്, ഡിഫറൻസിയേഷൻ ഓഫ് ഡിനോമിനേറ്റർ 1/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 16 എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇൻറ്റു അകത്തുള്ള ടേമിൻ്റെ എന്ത് വരും? 2x എന്ന് വരും, ശരിയല്ലേ? തീർന്നില്ല, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോൾ വീണ്ടും വി എയുടെ ടേം വരും. കഴിഞ്ഞോ? ഇല്ല, വീണ്ടും എന്ത് വരും? ഡിവൈഡഡ് ബൈ, ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ സ്ക്വയർ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 16. സോ യു ക്യാൻ ടേക്ക് ഔട്ട് വി എ ഫ്രം ബോത്ത് ടേംസ് അല്ലേ? അതുകൊണ്ട് എന്ത് വരും? മൈനസ് പി എ സ്ക്വയർ വരും വെളിയിൽ, ശരിയല്ലേ? ദെൻ ഇത് നിങ്ങൾ സോൾവ് ചെയ്യണം. 2ഉം 2ഉം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ഒരു ജനറൽ ആൻസർ കിട്ടും. ബട്ട് എനിക്ക് വേണ്ടത് പർട്ടിക്കുലർ ആൻസറാണ്, ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ആൻസറാണ്. അതാണ് ഈ വാല്യൂ ആയിട്ട് വരുന്നത്.
ഈ തന്നിരിക്കുന്ന ഇൻസ്റ്റൻറ്റിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? എക്സിൻ്റെ വില 3 ആണ്, അതപ്പോൾ എത്രയായി? ഇത് 5 വരും, ശരിയല്ലേ? മൈനസ് 3 9 ഡിവൈഡഡ് ബൈ 5, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇത് 5ൻ്റെ സ്ക്വയർ അല്ലേ? 25. സോ 25 മൈനസ് 9 16 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 25 അല്ലേ? സോ മൈനസ്, ഞാൻ താഴോട്ട് എഴുതാം, minus VA square into, so this is 16 by 5 into 25 എന്ന് വരും, that is 125. So 16 by 125 is the answer. Okay, so AB എന്ന് പറയുന്നത് VA square ഉണ്ട്, 16 by 125, so option D is the correct answer, and obviously option C is wrong. 16 divided by 125. Okay, so question number 7 ഇതേ കണക്ക് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഇതേ കണക്ക് ടഫായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ഈ ഒരു സ്ട്രിംഗ് ലെങ്ത് മെത്തേഡ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 മൂവ് ചെയ്യാം. ഓക്കെ, യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 8 നല്ലതുപോലെ അനലൈസ് ചെയ്ത് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. In shown figure, a triangular wedge and a cylinder, each having equal mass m, are released from rest. The vertical wall and horizontal surface are frictionless. അല്ലേ? അപ്പം നമ്മുടെ വോളിലും സർഫസിലും ഒന്നും ഫ്രിക്ഷൻ ഇല്ല, സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. ആൻഡ് ബിറ്റ്വീൻ ദ വെഡ്ജ് ആൻഡ് ദ സിലിണ്ടർ ദ ഫ്രിക്ഷൻ ഈസ് സഫിഷ്യൻറ്റ് ടു അലോ ദ സിലിണ്ടർ ടു റോൾ ഓവർ. അപ്പം വോളിലും ഫ്ലോറിലും എന്തില്ല? ഹൊറിസോണ്ടൽ സർഫസ്, ദാറ്റ് ഈസ് ഈ സർഫസ്, ഫ്ലോറിലും വോളിലുമാണ് ഫ്രിക്ഷൻ ഇല്ലാത്തത്. പക്ഷേ നമ്മുടെ ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഫ്രിക്ഷൻ സഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. എന്തിനാണ്? ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ സിലിണ്ടറിന് റോൾ ചെയ്യാനായി സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഓപ്ഷൻ എ, ആക്സിലറേഷൻ ഓഫ് വെഡ്ജ് ചോദിച്ചിട്ടുണ്ട്. മിനിമം വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ കോണ്ടാക്റ്റ് ഫോഴ്സ് സിലിണ്ടറിൻ്റെയും വെഡ്ജിൻ്റെയും ഇടയിലുള്ളത് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ക്ഷമയോടെ 1 by 1 ആയിട്ട് ശ്രദ്ധയോടെ ചെയ്തെഴുതുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഗ്രൗണ്ട് ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഈ ഒരു വെഡ്ജിൻ്റെ ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്യുവർ റോളിംഗ് ഈ സിലിണ്ടർ താഴോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണാം. ഇൻ കേസ് നമ്മൾ ഗ്രൗണ്ട് ഫ്രെയിമിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്തായിരിക്കും കാണാൻ പറ്റുന്നത്? ഈ ഒരു വെഡ്ജ് ഇതിൻ്റെ ബാക്കിലോട്ട് മൂവ് ചെയ്യും. കാരണം ഇവിടെ കോണ്ടാക്റ്റ് ഫോഴ്സ് വരുന്നത് കൊണ്ട് ആ കോണ്ടാക്റ്റ് ഫോഴ്സിൻ്റെ ഒരു കോമ്പോണൻറ്റ് ഇതിനെ തള്ളും. അതേ കണക്ക് പ്യുവർ റോളിംഗ് ആണ് ഈ ഒരു സിലിണ്ടർ എക്സിക്യൂഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത് കൊണ്ടും എന്ത് സംഭവിക്കും? ഫ്രിക്ഷണൽ എഫക്റ്റും വരും. അതുകൊണ്ട് അതുമൂലം നമ്മുടെ വെഡ്ജിന് ബാക്ക്വേർഡ് ഒരു ആക്സിലറേഷൻ കിട്ടും. ഈ വെഡ്ജ് ബാക്കിലോട്ട് മൂവ് ചെയ്യുമ്പം ഈ പറയുന്ന നമ്മുടെ സ്പിയർ താഴോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഈ വോളുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പം അവിടെ നമുക്കൊരു കൺസ്ട്രെയിൻ എഴുതാം. അതുകൊണ്ട് ഞാനിത് ഗ്രൗണ്ട് ഫ്രെയിമിൽ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. കുറച്ചുകൂടെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, സ്യൂഡോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്രെയിമിൽ ചെയ്യാൻ പറ്റും. യു ക്യാൻ ഓൺലി അനലൈസ് ഓൾ ദീസ് തിങ്സ് ബൈ പ്രാക്ടീസ്. ഓക്കെ, സോ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ എം മാസുള്ള ഈ ഒരു ബ്ലോക്ക് ഇതാണ്ട് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഈ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ കോണ്ടാക്റ്റിലൂടെ ഊർന്നാണ് ഇത് താഴോട്ട് ഇറങ്ങുന്നത്. നമ്മുടെ വെഡ്ജിൻ്റെ ആ ഒരു പുതിയ പൊസിഷൻ ഇതാ ഇങ്ങനെ ആയിരിക്കും, ശരിയല്ലേ? വെഡ്ജുമായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ പറയുന്ന റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. നൗ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു പോയിന്റ് കണ്ടോ? ഈ ഒരു പോയിന്റ്, ലെറ്റ് മീ യൂസ് അനദർ കളർ. ഈ ഒരു പോയിന്റ് ദാണ്ട് ഇവിടെ ഷിഫ്റ്റ് ആയപ്പോൾ ഈ വെഡ്ജിൻ്റെ പോയിന്റ് ഇവിടെയാണ് വന്നത്. ഈ പോയിന്റ് വെഡ്ജ് പോയിന്റ് ഇവിടെ നീങ്ങിയപ്പോൾ ഈ ഒരു സർക്കുലർ പോയിന്റ് ഇത്രത്തോളം ദൂരം ഷിഫ്റ്റായി. സോ ഒരു ട്രയാങ്കിൾ ഞാനിവിടെ വരച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ വീഴുന്ന ഡിസ്റ്റൻസ് y ആണെങ്കിൽ, y ഡിസ്റ്റൻസിൽ സിലിണ്ടർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ വെഡ്ജ് ഈസ് മൂവിങ് x ഡിസ്റ്റൻസ്, അല്ലേ? എക്സ് വെഡ്ജ് ബാക്കിലോട്ട് മൂവ് ചെയ്യുമ്പം സിലിണ്ടർ y താഴോട്ട് വരുന്നു എന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇഫ് ഐ ആം മേക്കിംഗ് ഹിയർ, ഇവിടെ ഒരു ആംഗിൾ 45 തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സിമിലാരിറ്റി നോക്കി, ഇവിടെയും 45 ആണ്. 45 വന്നാൽ ഐസോസിലസ് ആണ്, 45 തന്നെ വരും. സിൻസ് ഇറ്റ് ഈസ് ഓൾസോ ആൻ ഐസോസിലസ്, ഇതും 45 ഡിഗ്രി വരുന്നത് കൊണ്ട് ഈ എക്സും വൈയും ഈക്വൽ ആകണം. ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ഒരു കൺസ്ട്രെയിൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇത് വളരെ വേഗത്തിൽ സോൾവ് ചെയ്യാൻ പറ്റൂ. സോ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതായത് വെഡ്ജ് ഒരു യൂണിറ്റ് പിറകിലോട്ട് തള്ളി നീങ്ങുമ്പോൾ നമ്മുടെ സിലിണ്ടർ ഒരു യൂണിറ്റ് താഴോട്ട് വരും. ഓക്കെ, സോ എക്സ് ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ ഇതിന് ഡിഫറൻസിയേഷൻ നിങ്ങൾ ചെയ്യുമ്പം വെലോസിറ്റിയും മാച്ച് ആകണം കോൺടാക്ട് പോയിന്റ്സിൽ. അതേപോലെ വീണ്ടും ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, എക്സ് ഡബിൾ ഡോട്ട് നിങ്ങൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ദ വെഡ്ജ് ബാക്കിലോട്ടുള്ള വെഡ്ജിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡബിൾ ഡിഫറൻസിയേഷൻ
അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻസിയേഷൻ ഈസ് ആക്സിലറേഷൻ. അപ്പം വെഡ്ജിൻ്റെ ആക്സിലറേഷൻ, അതിനെ ഞാൻ ക്യാപിറ്റൽ എ എന്ന് വിളിക്കാം, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആകണം? ഈ നമ്മുടെ സിലിണ്ടർ താഴോട്ട് വരുന്ന ആക്സിലറേഷനെ സ്മോൾ ലെറ്റർ എ എന്ന് വിളിക്കാം ഫോർ ദ ഈസിനെസ്. അപ്പം സിലിണ്ടർ താഴോട്ട് വരുന്ന ആക്സിലറേഷൻ എ ആണെന്ന് ഞാൻ സങ്കല്പിക്കുന്നു ഓൺ ഗ്രൗണ്ട് ഫ്രെയിം. നമ്മുടെ വെഡ്ജ് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ ക്യാപിറ്റൽ എ ആണെങ്കിൽ സ്മോൾ എ മസ്റ്റ് ബി ഈക്വൽ ടു ക്യാപിറ്റൽ എ എന്ന് നമുക്ക് എഴുതാം. ലെറ്റ്സ് സേ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ഈ പറയുന്ന കൺസ്ട്രെയിൻ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 1 by 1 ആയിട്ട് ഈ ഒരു പ്രോബ്ലം ഫോർവേഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. സോ നിങ്ങൾ വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഈ സിലിണ്ടർ എന്ന് പറയുന്നത് വെഡ്ജിൽ പ്യുവർ റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. പ്യുവർ റൊട്ടേഷൻ ചെയ്യുമ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിലിണ്ടറിൻ്റെ കാര്യത്തിൽ ആ ഒരു പ്യുവർ റൊട്ടേഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യം കൂടെ നോക്കിക്കോണം. ഇതിനകത്ത് കോണ്ടാക്റ്റിൽ നിന്ന് നോർമൽ ഫോഴ്സ് വരും, ശരിയല്ലേ? അതുപോലെ ഈ വോളിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് ഫോഴ്സ് ഉണ്ട് ഈ ഭാഗത്തോട്ട്. അതേപോലെ mg എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട് സിലിണ്ടറിനകത്ത്. ഈ പറയുന്ന ഫോഴ്സുകളെല്ലാം തന്നെ എന്താണ്, സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് അതിനൊരു നെറ്റ് ടോർക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം പ്യുവർ റോളിങ് അല്ലെങ്കിൽ വിത്തൗട്ട് സ്ലിപ്പിംഗ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ പറയുന്ന ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് വരുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ വരുന്നത് ഇങ്ങോട്ടാണ് നിങ്ങൾ റിസോൾവ് ചെയ്തെടുക്കുമ്പം. സോ ഇറ്റ് ഈസ് മൂവിങ് down the incline with certain acceleration. Let's say ഏതെങ്കിലും ഒരു ആക്സിലറേഷൻ A1ലാണ് അത് താഴോട്ട് മൂവ് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ അതിന് ട്രാൻസ്ലേഷൻ എഫക്റ്റ് താഴോട്ട് കിട്ടി. ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ റൊട്ടേഷൻ എഫക്റ്റ് വന്നാലല്ലേ സ്ലിപ്പിംഗ് ഇല്ലാതെ പ്യുവർ റൊട്ടേഷൻ വരുത്താൻ പറ്റൂ. അപ്പോൾ ഈ പറയുന്ന കോണ്ടാക്റ്റ് പോയിൻറ്റും സ്ലിപ്പ് ചെയ്യുന്നത് A1ലാണെങ്കിൽ, ഇത് ഞാൻ ആ ഒരു വെഡ്ജിൻ്റെ മൂവ്മെൻറ്റ് കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് വെഡ്ജിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ അപ്ലൈ എ സ്യൂഡോ ഫോഴ്സ് ഓൾസോ. അപ്പം നിങ്ങൾക്കിതൊരു പ്യുവർ റോളിംഗ് ആയിട്ട് നല്ലതുപോലെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ എല്ലാം കോമ്പണൻസ് നെറ്റായിട്ട് ഒരു ഡൗൺവേർഡ് ഫോഴ്സാണ് ഇൻക്ലൈനിൽ കൊടുക്കുന്നത്. സോ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് മുകളിലോട്ട് വരണം, ഒരു ടോർക്ക് എഫക്റ്റ് മുകളിലോട്ട് വരണം. ദാറ്റ് വിൽ ക്രിയേറ്റ് എ ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അത് മാച്ച് ആകുമ്പം സ്ലിപ്പിങ്ങും ഇല്ല. അപ്പോൾ ആ ടോർക്ക് മുകളിലോട്ട് വരണമെങ്കിൽ ടോർക്ക് ഏത് ഡയറക്ഷനിലോട്ട് വരണം? ടോർക്ക് ഹാസ് ടു ബി, ബിക്കോസ് കോണ്ടാക്റ്റ് പോയിൻറ്റിൻ്റെ ആക്സലറേഷൻ അതും A1 തന്നെ വരും വിത്ത് റെസ്പെക്ട് ടു വെഡ്ജ്, അത് ഡൗൺവേർഡ് ആണ് അല്ലേ? അപ്പം ഈ പറയുന്ന ആക്സലറേഷൻ മുകളിലോട്ട് വരണമെങ്കിൽ ടോർക്ക് എന്തായിരിക്കണം? ക്ലോക്ക് വൈസ് സെൻസിൽ വരണം. ക്ലോക്ക് വൈസ് സെൻസിൽ ടോർക്ക് വരണമെങ്കിൽ ഫ്രിക്ഷൻ ഹാസ് ടു ബി ആക്ട് അപ്വേർഡ്. ഈ പറയുന്ന ഒരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം വേറെ ആയിട്ടെടുത്ത് പറഞ്ഞത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഒരു ഐഡിയ മാത്രം മതി. ഇവിടെ ഫ്രിക്ഷൻ സഫിഷ്യൻ്റ് ആയിട്ട് ആ സിലിണ്ടറിനെ റോള് ചെയ്യാനായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ഫ്രിക്ഷൻ മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ബൈ ദ വേ ഇതും കൂടെ ശ്രദ്ധിക്കുക, നമ്മളുടെ വെഡ്ജ് എന്ന് പറയുന്നതും സിലിണ്ടർ എന്ന് പറയുന്നതും സിസ്റ്റമാണ്. സിസ്റ്റത്തിൽ വരുന്ന കോണ്ടാക്റ്റ് ഫോഴ്സാണ് ഫ്രിക്ഷൻ. കോണ്ടാക്റ്റ് ഫോഴ്സ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ പെയറുകൾ ഉണ്ടാക്കുന്നതാണ്. വെഡ്ജ് സിലിണ്ടറിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ അപ്വേർഡ് കൊടുക്കുകയാണെങ്കിൽ സിലിണ്ടർ വെഡ്ജിന് മുകളിൽ ഡൗൺവേർഡ് ഫ്രിക്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്ത് വരയ്ക്കണം? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് F നിങ്ങൾ താഴോട്ട് കാണിക്കണം, ബിക്കോസ് ആ ഒരു റിയാക്ഷൻ പെയർ വരുന്ന ഫ്രിക്ഷൻ. ഇനി നമ്മളുടെ സിലിണ്ടറിൻ്റെ കോണ്ടാക്റ്റിൽ മൂലം താഴോട്ട് ഒരു പുഷിംഗ് എഫക്റ്റിൽ നോർമൽ റിയാക്ഷൻ വരും. ഓക്കെ, ഇത് രണ്ടുമല്ലാതെ മറ്റേതെങ്കിലും ഫോഴ്സുകൾ നമ്മളുടെ വെഡ്ജിനകത്തുണ്ടോ? തീർച്ചയായിട്ടും വെഡ്ജിൻ്റെ മാസ് mg അത് താഴോട്ടുണ്ട്. അതിൻ്റെ നോർമൽ റിയാക്ഷൻ ഗ്രൗണ്ടിൽ നിന്നുണ്ട്. ഞാനതൊന്നും കൺസേൺ ചെയ്യുന്നില്ല, കാരണം അതൊക്കെ വെർട്ടിക്കലായിട്ട് വരുന്നതാണ്. നമുക്ക് വെഡ്ജിൻ്റെ ആക്സിലറേഷൻ ക്യാപിറ്റൽ എ ഏതാണ് എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്ന ഫോഴ്സുകൾ. അതിന് കാരണക്കാരനായ ഫോഴ്സിനെ മാത്രം കണ്ടുപിടിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ രണ്ട് ഫോഴ്സുകളാണ് അല്ലേ? ഈ രണ്ട് ഫോഴ്സുകൾ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ 45 ആയതുകൊണ്ടൊരു ഗുണം, നിങ്ങൾ സൈനും കോസും ഒന്നും ചിന്തിക്കേണ്ട, കാരണം സൈൻ 45 അല്ലെങ്കിൽ കോസ് 45 രണ്ടും സെയിം വാല്യൂ ആണ്. അതുകൊണ്ട് ഈ നോർമലിൻ്റെ രണ്ട് കോമ്പോണൻസ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഒരു കോമ്പോണൻറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാം. 45 ഡിഗ്രി തന്നെ വരും. അതുകൊണ്ട് ഇത് n/√2 എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇതും n/√2 ആണ്. വി ആർ നോട്ട് ബോദറിങ് അബൌട്ട് n/√2 ബിക്കോസ് ദിസ് ഇസ് എ വെർട്ടിക്കൽ കോമ്പോണൻറ്റ്. നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിലറേഷനെ മാത്രം ഡീൽ ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ആക്സിലറേഷന് കാരണക്കാരനായ ഒരാൾ ഇതാ ഈ n/√2 ആണ്. അപ്പോൾ ഞാൻ എന്ത് ഇക്വേഷൻ എഴുതും? n/√2 മുന്നോട്ടാണ്, ആക്സിലറേഷൻ ക്യാപിറ്റൽ എയും മുന്നോട്ടാണ്. അതുകൊണ്ട് ഞാൻ n/√2 പോസിറ്റീവ് സെൻസിൽ എഴുതാം, n/√2. പക്ഷേ ഈ ഫ്രിക്ഷൻ കണ്ടില്ലേ? ഈ ഫ്രിക്ഷൻ്റെ ഒരു കോമ്പോണൻറ്റ് കണ്ടോ? ഒരു കോമ്പോണൻറ്റ് ഈ ഡയറക്ഷനിലോട്ട് വരുന്നുണ്ട്, ഒരു കോമ്പോണൻറ്റ് താഴോട്ടാണ്. താഴോട്ട് വരുന്നത് ആ നോർമൽ റിയാക്ഷൻ എവിടെയാണ്? ആ ഫ്ലോറിൽ വരുന്ന നോർമൽ റിയാക്ഷനുമായിട്ട് ബാലൻസ്ഡ് ആകാനായിട്ടാണ് നമുക്ക് ആ മോഷൻ
അവിടെ മോഷനില്ല, അത് ഇക്വിലിബ്രിയത്തിലാണ്. അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യണ്ട. ഈ ഫ്രിക്ഷൻ്റെ ഒരു ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് എന്ത് ചെയ്യും, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ വെഡ്ജിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് മൈനസ് എന്ന് എഴുതാം. ആംഗിൾ നിങ്ങൾക്കറിയാം, cos 45 ഓർ sin 45 എന്നുള്ള സെൻസിൽ ഏതാണെങ്കിലും 45 സെയിം വരുന്നത് കൊണ്ട് f/√2 എന്ന് നിങ്ങൾക്ക് അതിനെ എഴുതാം. അപ്പോൾ n/√2 മൈനസ് f/√2 ആണ് വെഡ്ജിൽ വരുന്ന നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. ഈ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു m ഇൻറ്റു എ അല്ലേ, m ഇൻറ്റു ക്യാപിറ്റൽ എ. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്മൾ സക്സസ്ഫുള്ളി ഏതിൻ്റെ ഇക്വേഷൻ എഴുതി, വെഡ്ജിൻ്റെ ഇക്വേഷൻ എഴുതി. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മൾക്ക് പരിഗണിക്കാൻ പോകുന്നത് ഏതിൻ്റെ ഇക്വേഷനാണ്, നമ്മുടെ സിലിണ്ടറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് നോക്കാം. ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നിലവിൽ എത്ര വേരിയബിൾ ഉണ്ട് ഇക്വേഷനിൽ? നമുക്ക് നോർമൽ റിയാക്ഷൻ അറിയില്ല, ഫ്രിക്ഷൻ എന്ന് പറയുന്ന വാല്യൂ അറിയില്ല, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന വാല്യൂ അറിയില്ല. 3 വേരിയബിൾ ഉണ്ട്. അപ്പം മിനിമം 3 ഇക്വേഷനെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് വേണം നമുക്കിത് സോൾവ് ചെയ്തെടുക്കാൻ. അത് മൈൻഡിൽ വെച്ചോണം. അപ്പോൾ 3 ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഏതൊക്കെ രീതികളിൽ എടുക്കാമെന്ന് മനസ്സിലാക്കുക. ഇവിടെ വെഡ്ജ് ഉണ്ട്, വെഡ്ജിന് മുകളിൽ സിലിണ്ടർ ഉണ്ട്. സിലിണ്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നത് റോളിംഗ് ആണ്. റോളിങ്ങിൽ ട്രാൻസ്ലേഷൻ മോഷനും എഴുതാം, റൊട്ടേഷൻ മോഷനും എഴുതാം, കൺസ്ട്രെയിൻ ഇക്വേഷൻ എഴുതാം. അങ്ങനെ തന്നെ 3 സെപ്പറേറ്റ് ഇക്വേഷൻസ് നിങ്ങൾക്കുണ്ടാക്കാം. അതിൽ ഏതെങ്കിലും 2 തീർച്ചയായിട്ടും ഓവർലാപ്പ് ചെയ്യും. പിന്നീട് വെഡ്ജും സിലിണ്ടറും നിങ്ങൾ സെപ്പറേറ്റ് പരിഗണിക്കുന്ന സമയത്ത് 2 സെറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഇക്വേഷൻസും കിട്ടും. എനിഹൗ നമുക്ക് എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ സിലിണ്ടർ, ഇതിൻ്റെ മുകളിലുള്ള സിലിണ്ടറിൻ്റെ ആ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം നമ്മളിവിടെ വരയ്ക്കാം. സ്ഥലപരിമിതികളുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇത് മായ്ച്ചിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ശരി. ഇനി ഞാൻ ആ സിലിണ്ടറിൻ്റെ ആ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ സിലിണ്ടറിൻ്റെ നമ്മൾ ഇൻക്ലൈൻ പ്ലെയിൻ ഇതാണ്. ആ വെഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ പ്ലെയിൻ ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. നൗ ഈ സിലിണ്ടർ താഴോട്ട് വരുന്ന ആക്സിലറേഷൻ നമ്മൾ എ എന്ന് എടുത്തിരിക്കുകയാണ്. ഈ എ എന്ന് പറയുന്ന ആക്സിലറേഷനെ സ്വാധീനിക്കുന്ന ഫോഴ്സുകൾ, വെർട്ടിക്കലി വരുന്ന ഫോഴ്സുകൾ മാത്രം നോക്കിയാൽ മതി. എന്തൊക്കെ വരാമെന്ന് നോക്കാം. നോക്കിക്കോളൂ, ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ വെഡ്ജിൽ ക്യാപിറ്റൽ എൻ പുഷ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയും പുഷ് ചെയ്യുന്ന രീതിയിൽ എന്ത് വരും, ഒരു ക്യാപിറ്റൽ എൻ വരും അല്ലേ. mg എന്ന് പറയുന്ന ഈ ഒരു ബോഡി, സിലിണ്ടറിൻ്റെ മാസ് m ആണ്. സോ mg എന്ന് പറയുന്ന വെർട്ടിക്കൽ ഫോഴ്സ് ടോട്ടലി ഡൗൺവേർഡ് ആയിട്ട് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലോട്ട് വരുന്നുണ്ട്. ഇതല്ലാതെ നമ്മുടെ സിലിണ്ടറിൽ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഏതാണ്, ആ ഒരു വോൾ അല്ലേ, ഈ വോളിൽ നിന്നൊരു കോൺടാക്റ്റ് ഫോഴ്സ് വരുന്നുണ്ട്. ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്, സ്മോൾ എൻ എന്നതിനെ വിളിക്കാം. നമുക്ക് ഈ കോൺടാക്റ്റ് ഫോഴ്സിനെ നമുക്ക് ബോധർ ചെയ്യേണ്ട. കാരണം ഞാനിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടുള്ള ആക്സിലറേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ കൊണ്ട് നമുക്ക് പ്രത്യേക ഗുണമില്ല. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്സിലറേഷനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ. mg താഴോട്ടുണ്ട്, അപ്പം ഞാൻ mg പോസിറ്റീവായിട്ട് എഴുതി. എന്നിൻ്റെ 2 കോമ്പോണൻസിൽ ഒരു കോമ്പോണൻറ്റ് മുകളിലോട്ട്, ഒരു കോമ്പോണൻറ്റ് എന്താണ്, ഹൊറിസോണ്ടൽ. ഈ കോമ്പോണൻറ്റിൻ്റെ വാല്യൂവിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. മുകളിലോട്ടുള്ളത് ഈ 45 ഡിഗ്രി ആംഗിൾ വെച്ച് നോക്കുകയാണെങ്കിൽ n/√2 എന്ന് എഴുതാം. അത് mgയെ കുറയ്ക്കുന്ന രീതിയിലാണ്. സോ mg മൈനസ് n/√2, ശരിയല്ലേ. അതേപോലെ ഈ ഫ്രിക്ഷൻ്റെ ഒരു കോമ്പോണൻറ്റ് നിങ്ങൾക്ക് മുകളിലോട്ടും ഒരു കോമ്പോണൻറ്റ് ഹൊറിസോണ്ടലും വരയ്ക്കാം. ഈ ഹൊറിസോണ്ടലിന് നമുക്ക് ആക്സിലറേഷനകത്ത് റോൾ ഇല്ലാത്തതുകൊണ്ട് ഐ ആം നെഗ്ലക്റ്റിംഗ് ദാറ്റ്. ഫ്രിക്ഷൻ്റെ വെർട്ടിക്കൽ കോമ്പോണൻറ്റ്, അപ്വേർഡ് കോമ്പോണൻറ്റും എഫ് സൈൻ ഓർ കോസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, 45 ആയിട്ട് ഈസി ആയിട്ട് f/√2 എന്ന് തന്നെ എഴുതി പോകാം. അതും മുകളിലോട്ടായതുകൊണ്ട് മൈനസ് വരും, ശരിയല്ലേ. മൈനസ് f/√2. ഇത്രയും ഫോഴ്സുകളാണ് ഇതിൻ്റെ വെർട്ടിക്കൽ മോഷനെ സ്വാധീനിക്കുന്നത്. അതെനിക്ക് m ഇൻറ്റു സ്മോൾ ലെറ്റർ എ എന്ന് എഴുതാം. ഈ സ്മോൾ ലെറ്റർ എ, ദാറ്റ് ഈസ് ആ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ, വെർട്ടിക്കൽ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ നമ്മൾ ക്യാപിറ്റൽ എക്ക് ഈക്വൽ ആണെന്ന് ആദ്യത്തെ കൺസ്ട്രെയിനിൽ ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യുന്നതിന് വേണ്ടി ആ സ്മോൾ എ ഒഴിവാക്കി ക്യാപിറ്റൽ എ എന്ന് എഴുതിയാൽ m a എന്ന് എഴുതിക്കൂടെ. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കാണുമ്പോൾ തന്നെ നമുക്കത് തമ്മിൽ കൂട്ടാനായിട്ട് തോന്നണം. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്കത് തോന്നണം. അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 1ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ n√2 നോർമൽ റിയാക്ഷൻ്റെ ടേംസ് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും, ശരിയല്ലേ. പിന്നീട് വരുന്ന എന്താണ്, mgയുടെ ഒരു ടേം വരും, mg മൈനസ് f/√2 പ്ലസ് f/√2 2 ടൈംസ് ഓഫ് f/√2, അത് √2f വരും. മൈനസ് √2f എന്ന് വന്നു, ഈസ് ഈക്വൽ ടു ma പ്ലസ് ma എന്താണ്, 2ma. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ 3 ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇക്വേഷൻ നമ്പർ 1, 2, 3. ആ 1ഉം 2ഉം വെച്ച് എഴുതിയ മൂന്നാമത്തെ ഇക്വേഷനാണ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ നമ്മുടെ കയ്യിൽ 2 വേരിയബിൾസ് ഉണ്ടല്ലേ. അപ്പോൾ എന്താണ് എഫും എയും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഇക്വേഷനും കൂടെ നമുക്ക് എഴുതാൻ പറ്റിയാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കില്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നമുക്ക് ഈ ഒരു സിലിണ്ടറിൻ്റെ റോളിംഗ് മോഷൻ നോക്കാം, ശരിയല്ലേ. സിലിണ്ടറിൻ്റെ റോളിംഗ് ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അതുകൊണ്ട് ഞാൻ ഈ സിലിണ്ടറിൻ്റെ തന്നെ ഫ്രീ ബോഡി ഡയഗ്രാം, ഇതിപ്പോൾ ട്രാൻസ്ലേഷൻ എഫക്റ്റ് താഴോട്ട് വരച്ചതാണ്. ഇതിൻ്റെ ഒരു റോളിംഗ് ഐഡിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെ അത് ഫർദർ പ്രൊസീഡ് ചെയ്യാമെന്ന് നോക്കാം. ഈ സിലിണ്ടറിൻ്റെ റോളിംഗ് ഇക്വേഷൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് നോക്കൂ, ഈ പറയുന്ന ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ടേം, അതേപോലെ നമ്മളുടെ സ്മോൾ എൻ, എം ജി, ഇവരെല്ലാം തന്നെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് റോളിങ്ങിന് യാതൊരു തരത്തിലുള്ള പങ്ക് അവർ കൊടുക്കത്തില്ല. ദേ ആർ നോട്ട് പ്രൊവൈഡിങ് എനി ടോർക്ക് കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ ടോർക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്ന ടോർക്ക് അല്ലേ, നമുക്ക് എന്തെഴുതാം, ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് r ആണ്. വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ആണ് ഞാൻ ടോർക്ക് എഴുതുന്നത്. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു r എന്ന് എഴുതാം, ഈസ് ഈക്വൽ ടു I ഇൻറ്റു ആൽഫ എന്നല്ലേ ടോർക്കിൻ്റെ ജനറൽ ഇക്വേഷൻ. സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അത് mr²/2 ആണ് ഇൻറ്റു ആൽഫ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 4 എന്ന് ഞാൻ എഴുതി. നമുക്ക് ഈ ആൽഫ എത്രയാണെന്ന് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് വഴി എഫിൻ്റെ ഒരു വാല്യൂ കിട്ടും. ദെൻ നമുക്കിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആൽഫ നമ്മൾ കണ്ടുപിടിക്കുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡയഗ്രാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യും. ഇവിടെ ആൽഫ നമ്മൾ കണ്ടുപിടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ സാധാരണ പ്യുവർ റോളിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലോർ എന്ന് പറയുന്നത് റെസ്റ്റിലായിരിക്കും, ശരിയല്ലേ. നമ്മുടെ ഫ്ലോർ റെസ്റ്റിലായിരിക്കും. പക്ഷേ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആ വെഡ്ജ് എന്ന് പറയുന്ന ആ സപ്പോർട്ടീവ് ഫ്ലോറിന് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം നോ സ്ലിപ്പിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻ എ ഷുഡ് ബി ഈക്വൽ ടു ആർ ആൽഫ എന്ന് എഴുതാൻ പറ്റില്ല. എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ഈ ഒരു വെഡ്ജിലുള്ള കോണ്ടാക്റ്റ് പോയിൻറ്റിനെയും ഈ പറയുന്ന ഫ്ലോറിലുള്ള സിലിണ്ടറിലുള്ള കോണ്ടാക്റ്റ് പോയിൻറ്റിനെയും നമ്മൾ രണ്ടായിട്ട് വരയ്ക്കുകയാണ്. ഈ സിലിണ്ടറിലുള്ള കോണ്ടാക്റ്റ് പോയിൻ്റ് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് വരുന്ന ആക്സിലറേഷൻസ് എന്താണെന്ന് നോക്കുക. ആൽഫ എന്ന് പറയുന്ന ആംഗുലാർ റൊട്ടേഷൻ ഉള്ളതുകൊണ്ട് ഒരു ആർ ആൽഫ ടേം മുകളിലോട്ട് വരും. ദറ്റ് ഈസ് എ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, ആൽഫ റൊട്ടേഷൻ എഫക്റ്റ് മൂലം. ഇനി അതല്ലാതെ നമ്മൾ പരിഗണിച്ച ആക്സിലറേഷൻ ജനറലി ഒരു എ ആക്സിലറേഷനിൽ ഈ ഒരു സിലിണ്ടർ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാ പോയിൻറ്റ്സും അതേ എ ആക്സിലറേഷനിൽ താഴോട്ട് വരും. സോ സിലിണ്ടർ പോയിൻറ്റിന് ഒരു എ ആക്സിലറേഷൻ താഴോട്ടുണ്ട്. ഇനി അതിൻ്റെ കോണ്ടാക്റ്റിലുള്ള വെഡ്ജ് പോയിൻ്റ് ഉണ്ടല്ലോ, ആ വെഡ്ജ് പോയിൻറ്റിന് എന്തുണ്ട്, എ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു ആക്സിലറേഷൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നോ സ്ലിപ്പിംഗ് അറ്റ് ദ ടാൻജൻഷ്യൽ അല്ലേ, ടാൻജൻറ്റിൽ ഒരു സ്ലിപ്പിംഗ് എഫക്റ്റ് വരാൻ പാടില്ലെങ്കിൽ ഇതിൻ്റെ ടാൻജൻഷ്യൽ കോമ്പോണൻസ് മാച്ച് ചെയ്യേണ്ടേ എന്താണെന്ന് ഞാൻ പറയാം. ഈ പോയിൻറ്റിന് നമ്മുടെ ഈ സിലിണ്ടറിലുള്ള പോയിൻറ്റിന് ഇൻക്ലിനേഷനിൽ വരുന്ന നെറ്റ് ആക്സിലറേഷൻ എന്താണ്, ഇൻക്ലിനേഷനിൽ വരുന്ന നെറ്റ് ആക്സിലറേഷൻ ആർ ആൽഫയുടെ ദിശയിലെടുത്തു. അത് നമുക്ക് ഞാൻ എന്താ മുകളിലോട്ട് എഴുതാം കേട്ടോ. ആർ ആൽഫ മൈനസ് എന്താണ്, ഇതാ എയുടെ ഒരു കോമ്പോണൻറ്റ് ഇങ്ങോട്ട് കിട്ടും. എത്രയാണത്, എ കോസ് 45, ദറ്റ് ഈസ് a/√2. ശ്രദ്ധയോടെ മനസ്സിലാക്കണം, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അപ്പോൾ ദിസ് ഇസ് ദ നെറ്റ് ആക്സിലറേഷൻ ഫോർ ദ കോണ്ടാക്ട് സർഫസ്, ആർ ആൽഫ മൈനസ് a/√2. ആ കോണ്ടാക്ട് സർഫസിൻ്റെ ഇൻക്ലിനേഷനിലുടനീളമുള്ള സ്ലിപ്പിംഗ് ആക്സിലറേഷൻ ആർ ആൽഫ മൈനസ് എ ആൽഫ ആണ്. നമ്മുടെ കോണ്ടാക്റ്റ് മുന്നോട്ട് പോകുന്നത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ആക്സിലറേഷനിലല്ലേ. ഈ ക്യാപിറ്റൽ എ ആക്സിലറേഷൻ്റെ അതേ ഡയറക്ഷനിലുള്ള കോമ്പോണൻറ്റ് എന്താണ്, ദാറ്റ് കോമ്പോണൻറ്റ് ഈസ് ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ആക്സിലറേഷൻ്റെ 2 കോമ്പോണൻറ്റ്. ഒന്നെന്താണ്, ഈ പറയുന്ന സർഫസിന് പാരലലും ഒന്ന് പെർപെൻഡിക്കുലറും. ഇതിൻ്റെ സ്ലിപ്പിംഗ് കണ്ടീഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ പാരലൽ അത് എപ്പോഴും 45 ആയതുകൊണ്ട് അതും a/√2 വരത്തുള്ളൂ. ഈ a/√2ഉം ഇത് മാച്ച് ആകണം. ഈ 2 സംഭവങ്ങൾ മാച്ച് ആകുമ്പം സ്ലിപ്പിംഗ് നടക്കില്ല. സോ ഈസിയായി എനിക്ക് അത് ഈക്വൽ ടു a/√2 എന്ന് എഴുതാം. വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് തന്നെ എഴുതണം. ഓക്കെ, വേരിയബിൾസ് കുറച്ച് വെക്കാം. നമുക്ക് ക്യാപിറ്റൽ എയും സ്മോൾ എയും നമുക്ക് ഈക്വൽ ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുമ്പോൾ ആർ ആൽഫ അല്ലേ, ഇത് ക്യാപിറ്റൽ എ തന്നെയായിട്ട് പരിഗണിച്ചാൽ അപ്പുറത്ത് കൊണ്ടുപോകുമ്പം 2 ടൈംസ് ഓഫ് ക്യാപിറ്റൽ a/√2 എന്ന് വരും. അപ്പോൾ √2 ടൈംസ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് എഴുതാം. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 5.
ഈ അഞ്ചാമത് കിട്ടിയ ഇക്വേഷനിൽ നമുക്ക് ആർ ആൽഫ എയുടെ ടേമിൽ കിട്ടി. ആ ആർ ആൽഫ ഇവിടെ കൊണ്ടിടാം. ഇക്വേഷൻ നമ്പർ 4 ആറുകൾ ക്യാൻസൽ ചെയ്ത് കളയാം. ഈ ആർ ആൽഫയ്ക്ക് പകരം √2a കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു m/2 ഇൻറ്റു അല്ലേ, ആർ ആൽഫയ്ക്ക് പകരം √2a നിങ്ങൾക്ക് കൊടുക്കാം. സോ ആൻസറായി എഫ് ഈസ് ഈക്വൽ ടു ma/√2. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ma/√2 എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ വില എയുമായിട്ടുള്ള ബന്ധം കിട്ടി. എന്താണ്? ma/√2 എന്ന് കിട്ടി. ഈ കിട്ടിയ വാല്യൂ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ന് വിളിക്കാം. ഈ 6 കൊണ്ടുപോയി 3ൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാകും? യു ക്യാൻ സീ ഹിയർ mg മൈനസ് ഇത് √2f അല്ലേ. ഇവിടെ ഒരു ma കണ്ടോ? ഈ maക്ക് പകരം എനിക്ക് √2f എന്ന് എഴുതാം. എന്താ നോക്കൂ, ഇപ്പോൾ നമ്മൾ എഴുതിയ സംഭവത്തിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് √2f ആണ് ma. അപ്പോൾ ഇവിടെയും എനിക്ക് √2f അല്ലേ, 2 ഓൾറെഡി ഉണ്ട്. അപ്പം 2√2f എന്ന് എഴുതാം. ഈസ് ഇറ്റ് ക്ലിയർ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ ഒരു ഇക്വേഷൻ mg മൈനസ് √2f ഈസ് ഈക്വൽ ടു 2√2f എന്ന് നമുക്ക് എഴുതാൻ പറ്റി. ഞാനൊന്ന് ക്ലിയർ ചെയ്യാം സംഭവങ്ങൾ. സോ എന്ത് കിട്ടി? എം ജിയുടെ വില എന്ത് കിട്ടും? അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് എഴുതിയ ആ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? എം ജി ഈസ് ഈക്വൽ ടു, ശരിയല്ലേ, 2√2f പ്ലസ് √2f ഈസ് 3√2f എന്ന് വരില്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്ന വേരിയബിൾ കോൺസ്റ്റൻറ്റ് ടേമാണ് ബാക്കിയെല്ലാം. അപ്പോൾ ഫ്രിക്ഷൻ്റെ വില ഈ ഒരു പ്യുവർ ആയിട്ടുള്ള റോളിംഗ് കൂടെ എക്സിക്യൂട്ട് ചെയ്യാനായി വേണ്ടി വരുന്ന ആ ഒരു സഫിഷ്യൻറ്റ് ഫ്രിക്ഷനിൻ്റെ വില നമുക്ക് കിട്ടുന്നു mg/3√2. ഓക്കെ, mg/3√2. ഇത് നമുക്ക് ആദ്യം കിട്ടിയ റിസൾട്ടാണ്. ഫ്രിക്ഷൻ്റെ വില കിട്ടിയാൽ എ കിട്ടുമോ? എവിടെ നമുക്ക് നോക്കാം. ഫ്രിക്ഷൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ കിട്ടുന്നത് ഇതാണ്ട് ഈ ഇക്വേഷനിൽ നിന്ന് നോക്കാം. എഫിന് പകരം mg/3√3 എന്ന് ഇവിടെ ഈ ഇക്വേഷനിൽ നമ്മൾ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇറേസ് ചെയ്യാം കുറച്ച് സംഭവങ്ങൾ. സാറേ എക്സ്ക്യൂസ് മീ.